السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തമമായ നാമങ്ങൾ അൽ അസ്മാഉൽ ഹുസ്നയിൽ അടുത്ത നാമങ്ങൾ അൽ കരീം, അൽ അക്രം, അൽ കരീം, അൽ അക്രം എന്നീ നാമങ്ങളാണ്. ഇതിൽ കരീം എന്നുള്ള നാമം ഖുർആനിൽ 3 സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്ന് സൂറത്തുൻ നംലിലെ 40-ാമത്തെ ആയത്തിൽ വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. ആരാണോ നന്ദി കാണിക്കുന്നത് അവൻ നന്ദി കാണിക്കുന്നത് അവന് തന്നെ വേണ്ടിയാണ്. ആരാണോ നന്ദികേട് കാണിക്കുന്നത് തീർച്ചയായും എൻ്റെ റബ്ബ് ഗനിയുമാണ് കരീമുമാണ് എന്ന് വന്നിട്ടുണ്ട്. രണ്ടാമത്തേത് സൂറത്തുൽ ഇൻഫിത്താറിലെ 6-ാമത്തെ ആയത്തിൽ യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം. മനുഷ്യ, എന്താണ് നിന്നെ കരീമായ നിന്റെ റബ്ബിൻ്റെ വിഷയത്തിൽ വഞ്ചിതനാക്കിയത് എന്താണ് എന്ന് വന്നിട്ടുണ്ട്. മൂന്നാമത്തേത് സൂറത്തുൽ മുഅ്മിനൂനിലെ 116-ാമത്തെ ആയത്തിൽ ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം. അത്യുന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യഥാർത്ഥത്തിലുള്ള മലിക്. അല്ലാഹു അല്ലാതൊരു ഇലാഹില്ല, ഹുവ റബ്ബുൽ അർശിൽ കരീം എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ കരീം എന്നുള്ളതിന് ജർറിട്ട് വായിക്കുകയാണെങ്കിൽ അൽ അർശിൽ കരീമി എന്ന് പറയുകയാണെങ്കിൽ അവിടെ അർശിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില ഖിറാഅത്തുകളിൽ റബ്ബുൽ അർശി അൽ കരീമു എന്നുണ്ട്. നമ്മുടെ ഖിറാഅത്തിൽ ജറാണ്, എന്നാൽ റഫ് വരുന്ന ഖിറാഅത്തുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് റബ്ബ് എന്നുള്ളതിൻ്റെ നഅത്തായിക്കൊണ്ട് വരും. ഇനി അക്രം എന്നുള്ളത് സൂറത്തുൽ അലഖിലെ 3-ാമത്തെ ആയത്തിൽ ഒരു തവണയാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. അത് സൂറത്തുൽ അലഖിലെ 3-ാമത്തെ ആയത്തിലാണ്. ഇഖ്റ വറബ്ബുക്കൽ അക്രം. അക്രമായിട്ടുള്ള നിന്റെ റബ്ബ്. കരീം എന്നുള്ളതിൻ്റെ ഇസ്മു തഫ്ലീലാണ് അക്രം എന്നുള്ളത്. രണ്ടിൻ്റെയും ആശയം ഒന്നാണ്. കരീമിനേക്കാൾ ഒന്നുകൂടി കൂടുതലായിട്ടുള്ളവൻ എന്നുള്ള ആശയത്തിലാണ് അക്രം. ഇനി എന്താണ് അൽ കരീം എന്നുള്ള നാമത്തിൻ്റെ ആശയം എന്താണ്? അൽ കരീം എന്നുള്ള നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആശയം ഹുവൽ കസീറുൽ ഖൈറുൽ അദീമുൻ നഫ്അ്, ധാരാളമായിട്ട് ഖൈറുകളുള്ള ഉപകാരമുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. വഹുവ മിൻ കുല്ലി ഷൈഇൻ അഹ്സനുഹു വ അഫ്ളലുഹു. ഏതൊരു കാര്യത്തിലാവട്ടെ അതിലേറ്റവും ഉത്തമമായിട്ടുള്ളവനും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളവനുമാണ് എന്നാണ് കരീം എന്ന് പറഞ്ഞാൽ. അതായത് ധാരാളം ഖൈറുകൾ, ധാരാളം ഉപകാരങ്ങൾ, ധാരാളം നേട്ടങ്ങൾ, ധാരാളം നന്മകൾ എന്നുള്ള ആശയം. എന്ത് കാര്യം ചെയ്യുമ്പോഴാവട്ടെ അല്ലെങ്കിൽ എന്ത് വിശേഷണത്തിലാവട്ടെ അതിലെല്ലാം ഏറ്റവും ഉത്തമനും ഏറ്റവും ശ്രേഷ്ഠനും അതാണ് അൽ കരീം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിശേഷണത്തോടു കൂടി അല്ലെങ്കിൽ ഈ ഒരു കരീം എന്നുള്ള വിശേഷണത്തോടു കൂടി തന്നെ ഖുർആനിനെ കറമിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഖുർആനിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ വാഖിയയിലെ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ഇന്നഹു ലഖുർആനുൻ കരീം. കരീമായ ഖുർആൻ എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ ഉദ്ദേശം? കസീറുൽ ഖൈരി അസീറുൽ ഇൽം. ധാരാളം നന്മകളും ഇൽമും ഉൾക്കൊള്ളുന്നതാണ് ഖുർആൻ എന്നുള്ള ആശയത്തിൽ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിനെ പറ്റി പറയുന്നിടത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ ഹുവ റബ്ബുൽ അർശിൽ കരീം എന്നുള്ളത് വന്നിട്ടുണ്ട്. അതായത് കാണുമ്പോൾ അത്രത്തോളം നന്നായിട്ടുള്ള, അത്രത്തോളം ഹുസ്നുൽ മൻദർ, നല്ല കാഴ്ചയുള്ള എന്നുള്ള അർത്ഥത്തിലാണ് അർശിനെ പറ്റി പറയുന്നത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ഒരുക്കിയിട്ടുള്ള പ്രതിഫലം സ്വർഗത്തിനെ അല്ലാഹു തആല കരീമാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 4-ാമത്തെ ആയത്തിൽ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഏതൊരു കാര്യമാവട്ടെ അതിൽ ഏറ്റവും അഫ്ളലായത്, ഏറ്റവും അഹ്സനായത്, ഏറ്റവും ഉപകാരമുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായത് എന്നുള്ളതാണ് അതിൻ്റെ ആശയം.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ചെടികളെ അള്ളാഹു മുളപ്പിച്ചത് അത് കാണാൻ കാഴ്ചക്ക് ഭംഗിയുള്ളത് കൊണ്ട് തന്നെ അത് കരീമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ശുഅറായിലെ 7-ാമത്തെ ആയത്തിൽ അവലം യറൗ ഇലൽ അർളി കം അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കിയിട്ടില്ലേ എത്ര തരത്തിലുള്ള ജോഡികളായിട്ടുള്ള ചെടികളെയാണ് നാം മുളപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ആശയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. ഇനി ഈ കരീം എന്നുള്ള നാമത്തിന് മുൻഗാമികളിൽ നിന്ന് ധാരാളം ആശയങ്ങൾ അതിന് പറഞ്ഞത് കാണാം. വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങൾ, അഥവാ നാമത്തെ വ്യക്തമാക്കാൻ വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങളെ അതിന് വിശദീകരിച്ചത് കാണാം. അതിൽ ചില ആശയങ്ങളെ നമ്മൾ പറയുന്നതാണ്. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞ അൽ കസീറുൽ ഖൈറുൽ വൽ അതാ, ധാരാളം നൽകുന്നവൻ, അതുപോലെ തന്നെ ഖൈറുള്ളവൻ എന്നുള്ള അർത്ഥം. അതായത് അള്ളാഹുവിനേക്കാൾ ഖൈറുള്ളതായിട്ട് ഒന്നുമില്ല, അള്ളാഹുവിനേക്കാൾ നന്മ ചൊരിയുന്നവനായിട്ട് ഒന്നുമില്ല, അള്ളാഹുവിനേക്കാൾ നൽകുന്നവനായിട്ട് ഒന്നുമില്ല. എല്ലാ ഖൈറും അള്ളാഹുവിൻ്റെ കയ്യിലാണ് താനും. അതാണ് ഒരാശയം. രണ്ടാമത്തേത് ഇന്നഹു അദ്ദാഇമു ബിൽ ഖൈർ എന്ന് ചില മുൻഗാമികൾ പറഞ്ഞു കാണാം. സ്ഥിരമായി എപ്പോഴും ഖൈർ നൽകുന്നവൻ, എപ്പോഴും ഖൈറുള്ളവൻ എന്നുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊരിയുന്ന ഇഹ്സാനിലോ അള്ളാഹു നൽകുന്നതിലോ ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ അവസാനമില്ല, അതെപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ കരീം എന്നുള്ളതിന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ഹുവല്ലദീ ലഹു ഖദ്റുൻ അദീമുൻ വശഅനുൻ കബീറുൻ, വലിയ കഴിവും അതുപോലെ തന്നെ മഹത്തായ കാര്യങ്ങളുമുള്ളവൻ എന്നുള്ളത്. നമുക്കറിയാം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാത്തിലും പരിപൂർണതയുള്ളവനാണ്. മറ്റൊരർത്ഥം പറയാറുള്ളത് ഇന്നൽ കരീം ഹുവൽ മുനസ്സഹു അനിൻ നഖാഇസ് വൽ ആഫാത്ത്, എല്ലാവിധ കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് എന്ന അർത്ഥത്തിലും കരീം എന്നുള്ള പദം പറയാറുണ്ട്. ഒരു ന്യൂനതയും ഇല്ലാത്ത, എല്ലാത്തിനും പരിശുദ്ധനാണ് എന്നുള്ള അർത്ഥത്തിലും പറയാറുണ്ട്. മറ്റൊരു അർത്ഥം പറയാനുള്ളത് കരീം എന്നുള്ളതിന് അൽ മുക്രിം, അൽ മുൻഇം, അൽ മുതഫദ്ദിൽ, അനുഗ്രഹം ചൊരിയുന്നവൻ, ഒരാളെ ഇക്റാം ചെയ്യുന്നവൻ, ആദരിക്കുന്നവൻ, അതുപോലെ ഒരാളെ ശ്രേഷ്ഠനാക്കുന്നവൻ. അതായത് ഒരടിമയെ ആദരിക്കുന്നവൻ അള്ളാഹുവാണ്, അഥവാ അവൻ്റെ നന്മകൾ കാരണത്താൽ. അള്ളാഹു ആദരിച്ച ഒരു വ്യക്തിയെ ഇകഴ്ത്താൻ വേറൊരാൾക്കും സാധിക്കില്ല. അള്ളാഹു ഇകഴ്ത്തിയ വ്യക്തിയെ ഒരു തരത്തിലും ആദരിക്കാനോ ആദരവ് നൽകാനോ ഒരാൾക്കും സാധിക്കുകയുമില്ല. അള്ളാഹു തആല സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെ ആയത്തിൽ പറഞ്ഞു നോക്കൂ, വമൻ യുഹ്നില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം ഇന്നല്ലാഹ യഫ്അലു മാ യശാ. അള്ളാഹു നിന്ദിച്ച ഒരുത്തനെ, അള്ളാഹു ഇകഴ്ത്തിയ ഒരുത്തനെ ആദരിക്കാൻ വേറൊരാൾക്കും സാധിക്കൂല. അവൻ എത്രത്തോളം എന്തെല്ലാം നൽകിക്കൊണ്ട് ആദരവ് നേടാൻ പിടിച്ചു പറ്റാൻ ശ്രമിച്ചാലും അടിമകളുടെ ഹൃദയത്തിൽ അവനോടൊരു ഇകഴ്ച മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവാണ് ഒരാളെ ഇക്റാം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കാണാം. അതുപോലെ തന്നെ അൽ കരീം എന്നുള്ളതിന്റെ മറ്റൊരാശയമാണ് അല്ലദീ യുഅതി ലാ ലിഇവദിൻ, ഒരു പകരം നൽകാൻ പറ്റാത്ത രീതിയിൽ നൽകുന്നവൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഒരു കാര്യത്തിന്, അള്ളാഹു നൽകിയ ഒരു കാര്യത്തിന് പകരം വേറെ ആൾക്കൊന്നും തരാൻ പറ്റൂല. അങ്ങനെ നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം അള്ളാഹുവാണ് സൃഷ്ടിപ്പ് നടത്തിയവൻ, അള്ളാഹുവിന്റെ കയ്യിലാണ് അധികാരം, എല്ലാ കാര്യങ്ങളും നൽകുന്നവൻ അള്ളാഹുവാണ്. മറ്റൊന്ന് കരീം എന്നുള്ള നാമത്തിന്റെ ആശയം അല്ലദീ യുഅതി ലിഗൈരി സബബിൻ, ഒരു കാരണമില്ലാതെ നൽകാൻ സാധിക്കുന്നവൻ. ഇപ്പോൾ മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ ഒരു കാരണത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് നേടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ ഒരു കാരണത്തിൻ്റെയും ആവശ്യമില്ലാതെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ, കാരണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നൽകുന്നവനാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ചത് നോക്കൂ, മറിയം അലൈഹി ഇസ്ലാമിനും അതുപോലെ ഭക്ഷണം നൽകിയത് നോക്കൂ. അങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സാലിഹീങ്ങൾക്കും സബബുകളില്ലാതെ പലതരത്തിലുള്ള കാര്യങ്ങൾ നൽകിയവനും സഹായങ്ങൾ ചെയ്തവനുമാണ്. അതുപോലെ മറ്റൊരാശയം കരീം എന്നുള്ളതിന് പറയാറുള്ളത് യുഅതി മൻ യഹ്താജു വമൻ ലാ യഹ്താജ്, ആവശ്യമുള്ളവനും ആവശ്യമില്ലാത്തവനും, അഥവാ ഒരു കാര്യം ആവശ്യക്കാരനായി തേടുന്നവനും ആവശ്യക്കാരനായി തേടാത്തവനും എല്ലാവർക്കും നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരാൾക്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. മറ്റൊരർത്ഥം ഇദാ വഅദ വഫാ, ഒരു വാഗ്ദാനം നൽകിയാൽ, വാഗ്ദാനം പറഞ്ഞാൽ അതിനെ പൂർത്തീകരിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ നടപ്പിലാക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് കാണാം. മറ്റൊരാശയം മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് അല്ലദീ തുർഫഉ ഇലൈഹി കുല്ലു ഹാജത്തിൻ സഗീറത്തിൻ വ കബീറത്തിൻ,
ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും ആരിലേക്കാണോ മടക്കപ്പെടുന്നത് അവനാണ് കരീം എന്നുള്ള ആശയത്തിൽ പറഞ്ഞത് കാണാം. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും ആരിലേക്കാണോ മടക്കപ്പെടുന്നത് അവനാണ് കരീം എന്ന് കാണാം. കാരണം സൂറത്തുർ റഹ്മാനിലെ 29-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അള്ളാഹു എല്ലാ ദിവസവും അടിമകളുടെ കാര്യങ്ങളിലാണ് മുഴുകിയിട്ടുള്ളത്. മറ്റൊന്ന് അല്ലദീ ലാ യുദീഉ മൻ ഇൽതജഅ ഇലൈഹി, അള്ളാഹുവിലേക്ക് രക്ഷ തേടി മടങ്ങിയവനെ പാഴാക്കാത്തവനാണ് കരീം. അഥവാ അള്ളാഹുലേക്ക് രക്ഷ തേടി മടങ്ങിയത് ആരാണോ, രക്ഷ തേടി മടങ്ങിയവനെ ഒരു തരത്തിലും പാഴാക്കാത്തവനാണ് കരീം എന്നുള്ളത് എന്ന് കാണാം. കരീം എന്നുള്ള നാമത്തിന്റെ ആശയം ഇത്ര വിശാലമാണ്. മറ്റൊരാശയം കൂടി പറഞ്ഞിട്ടുള്ളത് അല്ലദീ യതജാവസു അനിദ് ദുനൂബി വയഗ്ഫിറു സയ്യിആത്ത്, പാപങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്ന, ആ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ് കരീം എന്നുള്ള ആശയത്തിൽ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ട ഒരു നാമം കൂടിയാണ് അൽ കരീം എന്നുള്ളത്. കരീം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വിശേഷണങ്ങളിലൊക്കെ കരീമായിട്ടുള്ളവൻ, ഏറ്റവും ഖൈർ നിറഞ്ഞവൻ, ഏറ്റവും അഫ്ളലായിട്ടുള്ളവൻ, ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ എന്നുള്ള അർത്ഥം. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല കരീം, അക്രം എന്നീ നാമങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു തആല അടിമകളെ ഇക്റാം ചെയ്യും. അടിമകൾക്ക് ചില കറാമത്തുകൾ നൽകും. അവരുടെ ഗുണങ്ങൾ അനുസരിച്ച് അവരെ ആദരിക്കും. അവർക്ക് ചില കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അത് ഇൽമിലാവട്ടെ, റിസ്ഖിലാവട്ടെ, അല്ലാതെയുള്ള കാര്യങ്ങളിലാവട്ടെ അള്ളാഹു തആല ഇക്റാം ചെയ്യുന്ന, കറാമത്ത് നൽകുന്ന അവസ്ഥയുണ്ടാകും. ഇനി ഈ കരീമായ അള്ളാഹുവിന്റെ ഈ ഇക്റാം, ഈ കറാമത്ത് ലഭിക്കാനുള്ള കാരണം എന്താണ്? അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം തഖ്വയാണ്. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഒരുപോലെ സൂക്ഷിക്കലാണ്. അങ്ങനെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു തആല അവരെ ആദരിക്കും. അള്ളാഹു തആല സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയനായിട്ടുള്ളവൻ, അള്ളാഹു ഇക്റാം ചൊരിയുന്നവൻ ആരാണോ നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവനാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കരീം എന്നുള്ളത് വിശാലമായ അർത്ഥങ്ങളുള്ള ഒരു നാമമാണ്. ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹുവിന്റെ ആ ഇക്റാം ലഭിക്കാൻ തഖ്വയാണ് ഏറ്റവും വലിയ കാരണം. അള്ളാഹു തആല അവൻ ഇക്റാം ചെയ്യുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അടുത്ത നാമം അസ്സലാം എന്നുള്ളതാണ്. അസ്സലാം എല്ലാ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനായവൻ, സംരക്ഷിക്കപ്പെട്ടവൻ എന്നാണ് അസ്സലാം എന്നുള്ളതിന്റെ ആശയം. ഖുർആനിൽ ഒരു സന്ദർഭത്തിലാണ് അസ്സലാം എന്നുള്ള നാമം വന്നിട്ടുള്ളത്. അത് സൂറത്തുൽ ഹശ്റിലെ 23-ാമത്തെ ആയത്തിലാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ മുതകബ്ബിർ എന്നുള്ളിടത്ത് അൽ ഖുദ്ദൂസുസ് സലാം എന്നുള്ള നാമം വന്നിട്ടുണ്ട്. എന്താണ് അസ്സലാം എന്നുള്ളതിന്റെ ആശയം, അർത്ഥം? അസ്സലാമു മിൻ ജമീഇൽ ഉയൂബി വൻ നഖായിസ്, എല്ലാ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനായവൻ. ലികമാലിഹി ഫീ ദാതിഹി വസിഫാതിഹി വഅഫ്ആലിഹി, അവന്റെ ദാത്തിലും അസ്തിത്വത്തിലും അവന്റെ പ്രവർത്തനത്തിലും അവന്റെ വിശേഷണത്തിലും പരിപൂർണതയുള്ളവൻ. ഫഹുവ ജല്ല വഅല അസ്സലാമുൽ ഹഖ് ബികുല്ലി ഇഅ്തിബാരിൻ, എങ്ങനെ മനസ്സിലാക്കിയാലും ഏത് തരത്തിൽ മനസ്സിലാക്കിയാലും അതിലെല്ലാം പൂർണ്ണമായി ന്യൂനതകളിൽ നിന്ന് സുരക്ഷിതനായിട്ടുള്ളവൻ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന്റെ അസ്തിത്വത്തിൽ, അവന്റെ വിശേഷണങ്ങളിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് ദുൽമുണ്ടാവുകയില്ല. അള്ളാഹുലേക്ക് ഷർറ് ചേർത്തി പറയുകയില്ല. എല്ലാം പൂർണ്ണമായ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു സുരക്ഷിതനാണ്. ഒരു ഇണയെ ആവശ്യമില്ലാത്ത രീതിയിൽ, ഒരു സന്താനത്തെ ആവശ്യമില്ലാത്ത രീതിയിൽ, ഒരു സമൻ ഇല്ലാത്ത രീതിയിൽ, അള്ളാഹുവിനെ പോലെ സാദൃശ്യമുള്ള ഒരാളില്ലാത്ത രീതിയിൽ, ആ രീതിയിലൊക്കെ ഒരു പങ്കുകാരനില്ലാത്ത രീതിയിൽ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതനാണ് എന്നുള്ളതാണ് അസ്സലാം എന്നുള്ള നാമം അറിയിക്കുന്നത്. ഇനി അസ്സലാം എന്നുള്ളത് സഹോദരങ്ങളെ ഒരൊറ്റ ആശയത്തിൽ മാത്രം നിലകൊള്ളുന്ന ഒന്നല്ല. നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ തുടക്കത്തിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ ചില നാമങ്ങൾ അസ്സമദ് എന്നുള്ള നാമം പോലെ, അൽ ജബ്ബാർ എന്നുള്ള നാമം പോലെ, അസ്സലാം എന്നുള്ള നാമവും ഒരുപാട് നാമങ്ങളുടെ ആശയത്തെ സ്ഥാപിക്കുന്ന ഒന്നാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ബദാഇഉൽ ഫവായിദ് എന്ന കിതാബിൽ ഈ നാമത്തെ വിശദീകരിച്ച് വളരെ ദീർഘമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അദ്ദേഹം പറയാണ്, വലിദാലിക ഇദാ നദർത ഇലാ അഫ്റാദി സിഫാതി കമാലിഹി വജദ്ത കുല്ല സിഫത്തിൻ സലാമൻ മിമ്മാ യുളാദു കമാലുഹാ. നീ ഉറ്റാലോചിക്കുകയാണെങ്കിൽ, നീ പരിശോധിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയും മറ്റൊക്കെ നീ നോക്കുകയാണെങ്കിൽ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും അതിനെതിരായിട്ടുള്ളതിൽ നിന്ന് സുരക്ഷിതമായിരിക്കും. അതായത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിനൊരു വിശേഷണം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായിട്ടുള്ള വിശേഷണം പിന്നെ അള്ളാഹുവിന് ഉണ്ടാവുകയില്ല. അള്ളാഹുവിനൊരു വിശേഷണം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായിട്ടുള്ള വിശേഷണം അള്ളാഹുവിന് ഉണ്ടാവുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, അള്ളാഹു ഹയ്യാണ്, എന്നെന്നും ജീവിക്കുന്നവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപ്പുറത്ത് അള്ളാഹുവിന്റെ മരണം ഇല്ല. അള്ളാഹു മരണം എന്നുള്ള വിശേഷണം അള്ളാഹുവിന് ഒഴിവാകും. ഉറക്കം എന്നുള്ളത് ഒഴിവാകും. ക്ഷീണം എന്നുള്ളത് ഒഴിവാകും. ഇപ്പൊ കയ്യൂമിയത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ക്ഷീണം, എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് പറയുമ്പോൾ ക്ഷീണം എന്നുള്ള അതിനെതിരായിട്ടുള്ള എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ അതെല്ലാം ഒഴിവാകും. അതുപോലെ അള്ളാഹുവിനൊരു വിശേഷണം ഇല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മരണമില്ല, ഉറക്കമില്ല എന്ന് പറഞ്ഞാൽ, ലാ യഖുദുഹു സിനത്തും വലാ നൗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായിട്ടുള്ളത് എന്താണോ അത് അള്ളാഹുവിന് ഉണ്ടാവുകയും ചെയ്യും. അത് അസ്മാഉൽ ഹുസ്നയിൽ ഖായിദകളിൽപ്പെട്ട ഒരു ഖായിദയാണ്. അപ്പോ ഈ സലാം എന്നുള്ള നാമം ഇതിനെ എല്ലാത്തിനെയും അറിയിക്കുന്നതാണ്. അപ്പൊ അള്ളാഹുവിന് അസ്സലാം എന്നുള്ള നാമം ഉണ്ട് എന്ന് പറയുമ്പോൾ ഏത് വിശേഷണം അള്ളാഹുവിന് പറയുന്നുവോ അതിന്റെ പരിപൂർണത അള്ളാഹുവിനുണ്ട് എന്നും, അതിനെതിരായിട്ടുള്ള വിശേഷണം അള്ളാഹുവിന് ഇല്ല, അതിൽ നിന്ന് സുരക്ഷിതനാണ് അള്ളാഹു എന്നറിയിക്കുന്നതാണ്. എന്നിട്ട് പറയാണ്, ഫഹയാതുഹു, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഹയാതുഹു സലാമുൻ മിനൽ മൗതി വമിനസ് സനതി വന്നൗം. അള്ളാഹുവിന് ഹയാത്ത് ഉണ്ട്, ഹയാത്ത് എന്നുള്ള വിശേഷണം ഉണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു ഉറക്കത്തിൽ നിന്നും മരണത്തിൽ നിന്നുമെല്ലാം സുരക്ഷിതനാണ്. വകദാലിക ഖയ്യൂമിയതുഹു വഖുദ്റതുഹു, അള്ളാഹുവിന്റെ കഴിവ്, ശക്തി, നിയന്ത്രണം എന്നുള്ളത് സലാമു മിനത് തഅബി വൽലുഗൂബ്, ക്ഷീണത്തിൽ നിന്നും മടുപ്പിൽ നിന്നെല്ലാം സുരക്ഷിതമാണ്. വഇൽമുഹു സലാമുൻ മിൻ അസൂബി ഷൈഇൻ അൻഹു ഔ അറൂദി നിസ്യാനിൻ ഔ ഹാജത്തിൻ ഇല തദക്കുരി വതഫക്കുർ, അള്ളാഹുവിന്റെ ഇൽമ് എന്ന് പറയുമ്പോൾ അത് മറവിയിൽ നിന്ന് സുരക്ഷിതമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മപ്പെടുത്തണം എന്നതിൽ നിന്ന് സുരക്ഷിതമാണ്. അള്ളാഹുവിന് ഇൽമുണ്ട് എന്ന് പറയുമ്പോൾ മറവി അള്ളാഹുവിന് ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥ അതും അള്ളാഹുവിന് ഉണ്ടാവുകയില്ല. അതുപോലെ ഇറാദതുഹു സലാമുൻ മിൻ ഖുറൂജിഹ അനിൽ ഹിക്മതി വൽ മസ്ലഹ, അള്ളാഹു ഉദ്ദേശിക്കുന്നവനാണ്, ഒരു കാര്യം ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നവനാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഹിക്മത്തില്ലാതെ, മസ്ലഹത്തില്ലാതെ ഒരു കാര്യവും അള്ളാഹു ഉദ്ദേശിക്കയില്ല. വകലിമാതുഹു, അള്ളാഹുവിന് സംസാരമുണ്ട്, കലിമത്തുകളുണ്ട്. സലാമു മിനൽ കദ്ബി വദ്ദുൽം, അത് കളവുണ്ടാവുകയില്ല, അതിൽ ദുൽമ് ഉണ്ടാവുകയില്ല. ബൽ തമ്മത് കലിമാതുഹു സിദ്ഖൻ വഅദ്ല, അള്ളാഹുവിന്റെ സംസാരം നീതിപൂർവവും സത്യസന്ധവുമായിരിക്കും. അതുപോലെ വഗിനാഹു, അള്ളാഹുവിന്റെ ഐശ്വര്യം, ധന്യത എന്നുള്ളത് സലാമു മിനൽ ഹാജതി ഇലാ ഗൈരിഹി ബിവജ്ഹിൻ മാ, അള്ളാഹു വേറൊരാളിലേക്കും ആവശ്യക്കാരനില്ലാത്ത വിധം സുരക്ഷിതനാണ് ഗിന എന്ന് പറയുമ്പോൾ. അതുപോലെ ഏതൊരു നാമം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പൊ അള്ളാഹുവിന്റെ മുൽക്ക് എന്ന് പറയുമ്പോൾ, ആധിപത്യം എന്ന് പറയുമ്പോൾ വേറൊരാളെ ആവശ്യക്കാരനായി വരുന്നതിൽ നിന്ന് അള്ളാഹു സലാമായിരിക്കും, സുരക്ഷിതനായിരിക്കും. അതായത് ഇപ്പൊ ദുനിയാവിൽ ഒരാൾ രാജാവാകണമെങ്കിൽ, അധികാരിയാവണമെങ്കിൽ അതിന് കുറെ ആൾക്കാരുടെ ആവശ്യം ഉണ്ടാവും. അതിന് മന്ത്രിമാരെ വേണ്ടി വരും, സൈന്യത്തെ വേണ്ടി വരും, ജോലിക്കാരെ ആവശ്യം വരും. പക്ഷെ അള്ളാഹുവിന്റെ മുൽക്ക് എന്ന് പറയുമ്പോൾ, അള്ളാഹു മലിക് എന്ന് പറയുമ്പോൾ വേറൊരാളെ ആവശ്യമില്ലാത്ത എല്ലാത്തിൽ നിന്നും അള്ളാഹു സലാമാണ്, സുരക്ഷിതനാണ്. അതുപോലെ ഇലാഹിയത്തുഹു, അള്ളാഹു ഇലാഹാണെന്ന് പറയുമ്പോൾ മറ്റൊരു പങ്കുകാരനില്ലാത്തതിൽ നിന്ന് അള്ളാഹു സുരക്ഷിതനാണ്. അള്ളാഹുവിന്റെ ഹിൽമ്, അള്ളാഹുവിന്റെ അഫ്വ്, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് എന്നെല്ലാം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഒരാൾക്ക് അള്ളാഹു തആല ദുനിയാവിൽ ഒരാൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുമ്പോൾ അവനൊരു താഴ്മ കാണിക്കുകയാണ് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ ഒരാൾക്ക് അവനൊരു താഴ്മ കാണിക്കുക. പക്ഷെ അള്ളാഹു തആല വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയാണ്, പുറത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് ഒരു ദില്ലത്തൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഔദാര്യമായി ചെയ്യുന്ന രീതിക്കേ അതുണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അള്ളാഹു നൽകുന്നവനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പിശുക്കിൽ നിന്ന് സലാമാണ്, സുരക്ഷിതനാണ്. അള്ളാഹു അലിയാണെന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെതിരായിട്ടുള്ളതിന് സലാമാണ്. അപ്പൊ എന്ത് വിശേഷണം എടുത്താലും, എന്ത് നാമങ്ങൾ എടുത്താലും അതിൻ്റെ എതിരായിട്ടുള്ളത് എന്താണോ, അതിൻ്റെ എതിരായിട്ടുള്ള ന്യൂനത, കുറവുകൾ എന്താണോ അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതനാണ് എന്നതാണ് അതുകൊണ്ട് അറിയിക്കുന്നത്. ഇനി അള്ളാഹുവിന്റെ സമഅ്, ബസർ അതെടുക്കുകയാണ് എങ്കിൽ അതിനെതിരായിട്ടുള്ളതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതനായിരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സലാം എന്ന് പറയുമ്പോൾ
എല്ലാ രീതിയിലും പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതനാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അറിയിക്കുന്നത്. ഇനി പിന്നെ ഈ സലാം എന്നുള്ള നാമം അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതെല്ലാം വിശദീകരിച്ചിട്ട് ഓരോ വിശേഷണങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തെല്ലാം വിശേഷങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയാണ് ഫതഅമ്മൽ കൈഫ തളമ്മനു ഇസ്മുഹു അസ്സലാം കുല്ലമാ നുസ്സിഹ അൻഹു തബാറക വതആല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അസ്സലാം എന്നുള്ള ഈ നാമം എങ്ങനെയാണ് ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനെ പരിശുദ്ധനാക്കുന്നത്. വകം മിമ്മൻ ഹഫിള ഹാദൽ ഇസ്മ ലാ യദ്രി മാ തളമ്മനഹു മിൻ ഹാദിൽ അസ്റാർ വൽ മആനി. ഒരുപാട് ആളുകൾ ഈ നാമം അസ്സലാം എന്നുള്ള നാമം അള്ളാഹുവിനുണ്ടെന്ന് അറിയാം, പക്ഷെ ഇത്രത്തോളം അതിൻ്റെ അകത്ത് ആ ആഴവും വിശാലതയും ഈ നാമത്തിലുണ്ട് എന്ന് അധികം ആളുകളും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇത് മുഴുവൻ വിശദീകരിച്ചിട്ട് പറയാം. അപ്പൊ എല്ലാ വിശേഷണങ്ങളിലും അള്ളാഹു സുരക്ഷിതനാണ് എന്നർത്ഥം. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല സലാം ആകുന്നത് കൊണ്ട് തന്നെ അള്ളാഹു തആല രക്ഷ, ആ സംരക്ഷണം അള്ളാഹു തആല ചൊരിയുന്നുണ്ട്. അള്ളാഹു മുസല്ലിമായിക്കൊണ്ട് ഈ സലാം, ഈ രക്ഷയുണ്ട് എന്നറിയിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിൽ പ്രധാനികളാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്കും അതുപോലെ ഔലിയാക്കൾക്കുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഈ രക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളത്. ഖുർആനിൽ ധാരാളം ആയത്തുകൾ. സൂറത്തുൻ നംലിലെ 59-ാമത്തെ ആയത്തിൽ ഖുലിൽ ഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അള്ളാഹുവിന് സ്തുതി, അള്ളാഹു തെരഞ്ഞെടുത്ത അവന്റെ റസൂലുകൾക്ക് രക്ഷ എന്ന് കാണാം. അസ്സാഫാത്തിലെ 79-ാമത്തെ ആയത്തിൽ സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന് രക്ഷ എന്ന് പറഞ്ഞ് കാണാം. പലപ്പോഴും പല ആളുകൾ സലാം എന്നുള്ള നാമത്തിന് അർത്ഥം പറയുമ്പോൾ സമാധാനം എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയാറുണ്ട്. ഇപ്പൊ അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം എന്നുള്ളതിന് അള്ളാഹുവെ നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം എന്നുള്ള ആശയത്തിൽ പറയാറുണ്ട്. ഇപ്പൊ സലാം എന്നുള്ള നാം പറയുമ്പോൾ അല്ലാഹുമ്മ അൻതസ്സലാം എന്ന് പറയുമ്പോൾ ഒരു ന്യൂനതയും ഇല്ലാതെ ഒരു കുറവുമില്ലാതെ എല്ലാത്തിൽ നിന്നും സുരക്ഷിതനായവൻ നീയാണ്, നിന്നിൽ നിന്നാണ് ആ രക്ഷ ലഭിക്കുന്നത് എന്നാണ് അതിന്റെ ആശയം. അപ്പൊ അത് ആ രീതിയിൽ മനസ്സിലാക്കണം. അതുപോലെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് സൂറത്തു സാഫാത്തിലെ 109-ാമത്തെ ആയത്തിൽ സലാമുൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞത് കാണാം. അതുപോലെ മൂസാ നബിക്കും ഹാറൂൻ നബിക്കും സാഫാത്തിലെ തന്നെ 120-ാമത്തെ ആയത്തിൽ സലാമുൻ അലാ മൂസ വ ഹാറൂൻ എന്ന് കാണാം. ഇല്യാസീൻ എന്നുള്ളതിന് സാഫാത്തിലെ 130-ൽ സലാമുൻ അലാ ഇല്യാസീൻ എന്ന് കാണാം. അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിലെ 44-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്വർഗം, രക്ഷയുടെ ദാറുസ്സലാം, എല്ലാവിധ സുരക്ഷയുടെയും രക്ഷയുടെയും ഭവനമായിട്ടുള്ള ആ സ്വർഗത്തിൽ അവർക്കുള്ള ആ തഹിയ്യത്ത് എന്നുള്ളത് സലാമാണ്, രക്ഷയാണ് എന്ന് പറഞ്ഞു കാണാം. തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാമുൻ വഅദ്ദ ലഹും അജ്റൻ കരീമ എന്ന് കാണാം. അതുപോലെ സൂറത്ത് ഇബ്രാഹിമിലെ 23-ാമത്തെ ആയത്തിൽ ഖാലിദീന ഫീഹാ ബിഇദ്നി റബ്ബിഹിം തഹിയ്യത്തുഹും ഫീഹാ സലാം, സ്വർഗത്തിലെ തഹിയ്യത്ത്. സൂറത്ത് യാസീനിലെ 58-ാമത്തെ ആയത്തിൽ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, റഹീമായ റബ്ബ് അഭിവാദ്യം ചെയ്യുന്ന വാക്ക് എന്നുള്ളത് സലാം എന്നുള്ളതാണ് എന്ന് കാണാം. അപ്പോൾ ദാറുസ്സലാമാണ് സ്വർഗം, എല്ലാവിധ രക്ഷയും നൽകുന്ന, എല്ലാവിധ സംരക്ഷണവും നൽകുന്ന, എല്ലാവിധ സുരക്ഷയുമുള്ള ഭവനമാണ് സ്വർഗം. ദാറുസ്സലാം എന്നുള്ള പേരിൽ ഖുർആനിൽ കാണാം. സൂറത്തുൽ അൻആമിലെ 127-ാമത്തെ ആയത്തിൽ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം. സൂറത്ത് യൂനുസിലെ 25-ാമത്തെ ആയത്തിൽ വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അപ്പോൾ സലാം എന്ന് പറഞ്ഞാൽ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനായിട്ടുള്ളവൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ ഈ നാമത്തിന്റെ ഈ മഹത്വം കൊണ്ട് തന്നെ അടിമകൾക്കിടയിൽ മനുഷ്യർക്ക് അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ള, മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല നിർണയിച്ചിട്ടുള്ള തഹിയ്യത്ത് എന്ന് പറയുന്നതും അല്ലാഹുവിന്റെ ഈ നാമം പരാമർശിച്ചുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ളത്, അസ്സലാം എന്നുള്ളത് അള്ളാഹുവിന്റെ നാമത്തെ കുറിച്ച് കൂടിയാണ് അറിയിക്കുന്നത് എന്ന് സലാമിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനീങ്ങളാവാതെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാതെ നിങ്ങൾ സത്യവിശ്വാസികളാവുകയുമില്ല. അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ ഇടയിൽ പരസ്പരം ഇഷ്ടമുണ്ടാകും, ആ കാര്യം ഞാൻ അറിയിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അഫ്ശു സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ സലാം വ്യാപിപ്പിക്കുക. അത് അള്ളാഹുവിന്റെ നാമത്തെ കുറിയാണ് അറിയിക്കുന്നത്. അഥവാ എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതമായവനിൽ നിന്ന് മാത്രമാണ് ഒരാൾക്ക് ആ സംരക്ഷണവും സുരക്ഷിതത്വവും ലഭിക്കുകയുള്ളൂ. അപ്പൊ അതാണ് അസ്സലാം എന്നുള്ള നാമം കൊണ്ട് അറിയിക്കുന്ന ആശയം. അസ്മാഉൽ ഹുസ്നയിൽ അടുത്തത് അൽ ഖുദ്ദൂസ്, അസ്സുബ്ബൂഹ് എന്നീ നാമങ്ങളാണ്. അൽ ഖുദ്ദൂസ്, അസ്സുബ്ബൂഹ് എന്നീ നാമങ്ങൾ രണ്ടും ആശയം കൊണ്ട് ഒരേ അർത്ഥത്തെ അറിയിക്കുന്നതാണ്. ഇനി ഖുദ്ദൂസ് എന്നുള്ള നാമം ഖുർആനിൽ വന്നിട്ടുണ്ട്. 2 സന്ദർഭങ്ങളിലാണ് വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്തുൽ ഹശറിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിൻ, അവിടെ ഖുദ്ദൂസ് എന്ന് വന്നിട്ടുണ്ട്. മറ്റൊന്ന് സൂറത്തുൽ ജുമുഅയിലെ 1-ാമത്തെ ആയത്തിൽ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം, അവിടെയും ഖുദ്ദൂസ് എന്നുള്ള നാമം വന്നിട്ടുണ്ട്. സുബ്ബൂഹ് എന്നുള്ളത് നാമം വന്നിട്ടുള്ളത് ഹദീസിലാണ്. സുന്നത്തിൽ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ ഫി റുകൂഇഹി വസുജൂദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലും സുജൂദിലും പറയാറുണ്ടായിരുന്നു, സുബ്ബൂഹൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, സുബ്ബൂഹൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് എന്ന് പിന്നെ വന്നത് കാണാം. അപ്പോൾ ഈ ഒരു ദുആയിൽ റുകൂഇലും സുജൂദിലും ഈ ഒരു ദിക്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 നാമങ്ങളെയും ഒരുമിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് ചെയ്യുക, തഖ്ദീസ് ചെയ്യുക എന്നുള്ളതും ഒരുമിച്ച് വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ ആയത്തിൽ കാണാം, വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, മലക്കുകൾ പറഞ്ഞ വാക്കാണ്, ഞങ്ങൾ നിന്നെ തസ്ബീഹ് ചെയ്യുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ തഖ്ദീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് കാണാം. ഇനി എന്താണ് ഇതിൻ്റെ ആശയം? അസ്സുബ്ബൂഹ് അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ ആശയം എന്താണ്? അത് 2 നാമങ്ങളും അറിയിക്കുന്നത് അലാ തൻസീഹില്ലാഹി അനിൻ നഖാഇസി വൽ ഉയൂബ്, ന്യൂനതകൾ, കുറവുകൾ, അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ് എന്നാണ് അത് അറിയിക്കുന്നത്. വതബ്രിഅതിഹി അൻ കുല്ലി മാ യുദാദു കമാലുഹു വയുനാഫി അളമതുഹു, അല്ലാഹുവിൻ്റെ മഹത്വത്തിനും പരിപൂർണതയ്ക്കും എതിരായിട്ടുള്ളതിൽ നിന്നെല്ലാം അല്ലാഹു ഒഴിവാണ് എന്നുള്ളത്. അഥവാ അല്ലാഹു എല്ലാ വിശേഷണങ്ങൾ കൊണ്ടും പരിപൂർണനാണ്, അതുപോലെ മഹത്വം കൊണ്ട് പരിപൂർണനാണ്. അതിനെതിരാകുന്ന ഒന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഉറക്കമില്ല, മയക്കമില്ല, സന്താനങ്ങളില്ല, ഇണയില്ല, അതുപോലെ തന്നെ എന്തെല്ലാം ന്യൂനതകളുണ്ടോ അതൊന്നുമില്ല എന്നാണ് സുബ്ബൂഹ് അൽ ഖുദ്ദൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അള്ളാഹുവിന് സമനായിക്കൊണ്ട് സാമ്യത, തശ്ബീഹ്, അള്ളാഹുവിനെ പോലെ എന്നുള്ള അർത്ഥത്തിലും ഒന്നുമില്ല എന്ന് അറിയിക്കുന്നുണ്ട്. ഇനി ഈ 2 നാമങ്ങളുടെയും ആശയങ്ങൾ, അഥവാ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുക എന്നുള്ളത് 2 രീതിയിലാണ് വരുന്നത്. ഒന്നാമത്തേത് അന്നഹു മുനസ്സഹുൻ അൻ കുല്ലി മാ യുനാഫി സിഫാത്ത് കമാലിഹി, അള്ളാഹുവിൻ്റെ പരിപൂർണമായ വിശേഷണങ്ങൾക്ക് എതിരാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ് എന്ന് പറയലാണത്. അഥവാ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾക്ക് പരിപൂർണതയുണ്ട്, അതിലൊരു കുറവുമില്ലാത്ത രീതിയിൽ പരിപൂർണതയുണ്ട്. അതിനെതിരാകുന്ന എന്ത് കാര്യം വന്നാലും അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ് അതുകൊണ്ട് ഉദ്ദേശം. നമ്മൾ കഴിഞ്ഞ ദർസിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഹയാത്ത് എന്നുള്ള വിശേഷണം അള്ളാഹുവിനുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് ജീവൻ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നതാണ് മരണം, അല്ലെങ്കിൽ ഉറക്കം, അതുപോലെയുള്ള ഒന്നും അള്ളാഹുവിനില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു വിശേഷണം അള്ളാഹുവിനുണ്ട് എങ്കിൽ, അതിൻ്റെ പരിപൂർണതയെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ, അതിനെതിരാകുന്നതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. രണ്ടാമത്തേത് അന്നഹു മുനസ്സഹുൻ അൻ മുമാസിലതി അഹദിൻ മിൻ ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതെങ്കിലും ഒരു വിശേഷണത്തെ ഏതെങ്കിലും സൃഷ്ടിയുടെ വിശേഷണത്തിനോട് താരതമ്യം ചെയ്യുക, ഉപമ പറയുക എന്നുള്ളതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വജ്ഹുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 2 കൈകളുണ്ട്,
അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് 2 കണ്ണുകളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അതുപോലെ തന്നെ ഓരോ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിവുണ്ട്, സംസാരമുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള വിശേഷണങ്ങൾ ഇന്ന ഒരു സൃഷ്ടിയുടേത് പോലെയാണ് എന്ന് പറയുന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്. ഒരാൾ പറയാണ് അള്ളാഹിന്റെ കൈകൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ കൈകൾ പോലെയാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിന്റെ കൈകൾ പോലെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ തരത്തിലാണ് എന്നെല്ലാം പറയുന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്. കാരണം അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അള്ളാഹുവിന് യോജിച്ച രീതിയിലാണുള്ളത്. നമുക്കറിയില്ല അള്ളാഹുവിന് ഇപ്പോൾ സൃഷ്ടികളുടെ കാര്യം തന്നെ മുഴുവൻ നമുക്കറിയില്ല. ലോകത്ത് എത്രയോ സൃഷ്ടികളെ കുറിച്ച് മനുഷ്യൻ അറിയാത്തതുണ്ട്, അതിൻ്റെ ജീവിത വ്യവസ്ഥകളെ കുറിച്ച് അറിയാത്തതുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന് യോജിച്ച രീതിയിൽ അള്ളാഹു എന്താണ് നമ്മെ അറിയിച്ചത്, അള്ളാഹുവിന്റെ റസൂൽ എന്താണ് നമ്മെ അറിയിച്ചത്, അത് മാത്രമേ നമുക്കറിയുകയുള്ളൂ. അപ്പോൾ സുബ്ബൂഹ്, ഖുദ്ദൂസ് എന്നീ 2 നാമങ്ങൾ തൻസീഹാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെ ന്യൂനതകളിൽ നിന്ന് പരിശുദ്ധപ്പെടുത്തുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആ പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന്, അള്ളാഹുവിനുള്ള വിശേഷണങ്ങളുടെ പരിപൂർണതയ്ക്ക് എതിരാകുന്ന ഒന്നും തന്നെ അള്ളാഹുവിനില്ല എന്നുള്ളത്. 2, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപമ പറയുക എന്നുള്ളത്. അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് അള്ളാഹുവിനെ തൻസീഹ് ചെയ്യുക, അള്ളാഹുവിനെ എങ്ങനെയാണ് പരിശുദ്ധപ്പെടുത്തുക. കാരണം അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് വഴികേടിലായ ധാരാളം വിഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് മുഅത്തിലാക്കൾ എന്ന് പറഞ്ഞാൽ തഅ്തീൽ ചെയ്യുന്നവർ. അവർ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കും, അല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്തി പറയുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുണ്ട്. ഇവരെന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന് 2 കൈകളുണ്ട് എന്ന് ഖുർആനിലെ ആയത്ത് ഓതി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹദീസിൽ വന്നത് പറഞ്ഞാൽ, അള്ളാഹുവിന് 2 കണ്ണുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അള്ളാഹുവിന് അങ്ങനെ പറയുന്നത് അള്ളാഹുവിന് ന്യൂനതയാണ്, അള്ളാഹുവിനെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അത് ശരിയല്ല, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തണം. അപ്പോൾ മനുഷ്യരെ പോലെ പറയലാണ് അത്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അതൊന്നും നമുക്കറിയില്ല. അത് ഇപ്പോൾ ഖുർആനിലെ ആയത്തിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ചോദിച്ചാൽ പറയും അതങ്ങനെ വന്നതാണ്, അതെന്താന്ന് നമുക്കറിയില്ല, അങ്ങനെ പറയണമെന്ന് പറയും. അതല്ല ശരിക്കും പരിശുദ്ധപ്പെടുത്തൽ. എങ്ങനെയാണ് പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എങ്ങനെയാണോ സ്വഹാബികൾ അതിനെ മനസ്സിലാക്കിയത്, അങ്ങനെ പരിശുദ്ധപ്പെടുത്തണം. സ്വഹാബികൾ ഒരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സമീആണ് ബസീറാണ് എന്ന് പറയുമ്പോൾ, ഒരിക്കൽ സമീആണെന്ന് പറയുമ്പോൾ 2 ചെവി ഇങ്ങനെ കാണിച്ചു, ബസീറാണെന്ന് പറയുമ്പോൾ 2 കണ്ണ് കാണിച്ചു. ഉദ്ദേശം എന്താണോ മനുഷ്യന്റെ സമഉം ബസറും ഉദ്ദേശിക്കുന്നത്, സമഉ ബസർ എന്നുള്ള പദം കൊണ്ട് എന്തർത്ഥമാണോ അറബികൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ആ അർത്ഥത്തിലാണിത് പറയുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം പരിശുദ്ധപ്പെടുത്തേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയും സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെയുമാണ്. അതല്ലാതെ ഒരുത്തന്റെ ബുദ്ധിക്ക് തോന്നുകയാണ് ഇങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, അത് അള്ളാഹ്ക്ക് യോജിച്ചതല്ല, അതുകൊണ്ട് ഞാനത് അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്, അതുകൊണ്ട് അത് എനിക്ക് അറിയില്ല എന്ന് പറയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ്. ഒന്നും ചെയ്യാൻ പാടില്ല. എങ്ങനെയാണോ വന്നത് അങ്ങനെ വേണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ തസ്ബീഹ് ചെയ്യുക എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അധിക സന്ദർഭങ്ങളിലും അല്ലാഹു തആല എന്തിനെ കുറിച്ച് പറയാറുണ്ട്? അള്ളാഹുവിനെ ഹംദ് ചെയ്യണം എന്ന് പറയാറുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളതാണ് അതിന്റെ പരിപൂർണ രൂപം. ഇപ്പോൾ ഖുർആനിൽ സൂറത്തുൽ ഹജ്റിൽ 98-ാമത്തെ ആയത്തിൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് അങ്ങനെ കാണാം, ധാരാളം ആയത്തുകൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഹംദ് ഒപ്പം പറയാനുള്ള കാരണം? ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, സബ്ബിഹു ബിമാ ഹമിദ ബിഹി നഫ്സുഹു ഇദ് ലൈസ കുല്ലു തസ്ബീഹിൻ ബിമഹ്മൂദിൻ. അള്ളാഹുവിനെ ഹംദ് ചെയ്യേണ്ട മുറപ്രകാരം വേണം തസ്ബീഹ് ചെയ്യാൻ. എന്താണ് ഈ സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരടിമ പറയുമ്പോൾ അത് എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു തആല വകവെച്ച് കൊടുത്തിട്ടുള്ള ഒരു ദിക്റാണ്. ആ ദിക്റിലൂടെയാണ് എല്ലാ സൃഷ്ടികൾക്കും റിസ്ക് നൽകപ്പെടുന്നത് എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മേലെ ആരോപിക്കുന്ന ന്യൂനതകൾക്കെല്ലാം അള്ളാഹു പരിശുദ്ധനാണെന്ന് പറയുന്നതിനോടൊപ്പം വബിഹംദിഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ അതിനെയെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്നതാണ് വബിഹംദിഹി എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ന്യൂനതകളിൽ നിന്ന് പരിശുദ്ധനാണ് എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹുവിനുള്ള വിശേഷണങ്ങളെ അംഗീകരിച്ചു കൊടുക്കലാണ് വബിഹംദിഹി. അപ്പോൾ ആ വബിഹംദിഹി ഉണ്ടാകുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് എന്താകുന്നത്?
പൂർണ്ണമാകുന്നത്. ഇവിടെ പറയാനുള്ള കാരണം നേരത്തെ പറഞ്ഞ മുഅത്തിലാക്കളുടെ വാദമാണ്. മുഅത്തിലാക്കൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞ് അള്ളാഹുവിന് സ്ഥിരപ്പെട്ട വിശേഷണങ്ങളെ അംഗീകരിക്കാതെ അതിനെ എല്ലാം നിരാകരിക്കുന്ന അവസ്ഥ. പക്ഷെ അത് ശരിയല്ല. അള്ളാഹുവിനുള്ളത് എന്തൊക്കെയാണോ അതിനെ അംഗീകരിച്ച് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ തസ്ബീഹ് ആകുന്നത്. ഇബ്നു റജബ് ഇത് പറഞ്ഞിട്ട് പറയാണ്, കമാ അന്ന തസ്ബീഹൽ മുഅ്തസില യഖ്തലി തഅതീല കസീരിൻ മിനസ് സിഫാത്ത്. ഈ മുഅ്തസിലാക്കൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ നാമങ്ങളെ കളവാക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള പിഴച്ച ആളുകൾ, അവരുടെ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പല വിശേഷണങ്ങളെയും നിഷേധിക്കലാണ്. അപ്പോൾ സുബ്ഹും ഖുദ്ദൂസും എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധപ്പെടുത്തണം. അതുകൊണ്ടാണ് ഇബ്നു റജബ് പറഞ്ഞത്, ഇദ് ലൈസ കുല്ലു തസ്ബീഹിൻ ബിമഹ്മൂദിൻ. എല്ലാവരും തസ്ബീഹ് ചെയ്യാന്ന് പറയും, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക എന്ന് പറയും, പക്ഷേ അതെല്ലാം അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ അംഗീകരിക്കുന്നതായിക്കൊള്ളണമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് നടത്തുക, തഖ്ദീസ് നടത്തുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പരിശുദ്ധപ്പെടുത്തലാണ്. ആ പരിശുദ്ധപ്പെടുത്തൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഫഹ്മു സലഫിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ ശരിയാവുകയുള്ളൂ. അല്ലാത്തത് ഒരിക്കലും തസ്ബീഹ് അല്ല, അത് ശരിക്കും അള്ളാഹുവിന്റെ മേലെ കളവ് ആരോപിക്കലാണ്. ഇനി സുബ്ഹാനല്ലാഹ് എന്നുള്ള വാക്കിന്റെ, സുബ്ബൂഹ് എന്നുള്ളതിന്റെ അർത്ഥത്തെ, ഈ പരിശുദ്ധപ്പെടുത്തതിന്റെ മഹത്വം ധാരാളമാണ്. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്, ധാരാളം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിൽ മനസ്സിലാക്കാനുള്ള വളരെ ഏറ്റവും നിസാരമായിട്ടുള്ള ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ. നാവിന്റെ മേലെ ഭാരം കുറഞ്ഞതായിട്ടുള്ള, എളുപ്പത്തിൽ ചൊല്ലാവുന്ന രണ്ട് വാക്കുകൾ. സഖീലത്താനി ഫിൽ മീസാൻ, എന്നാൽ മീസാനിൽ കനം തൂങ്ങുന്നവ. ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ്. അതുപോലെ തന്നെ ഈ എല്ലാ സൃഷ്ടികളും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ആകാശഭൂമികൾക്കകത്തുള്ള മൃഗങ്ങളാവട്ടെ, വൃക്ഷങ്ങളാവട്ടെ, കല്ലുകളാവട്ടെ, ഭൂമിയാവട്ടെ, ആകാശമാവട്ടെ, സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, നക്ഷത്രങ്ങളാവട്ടെ, എന്തെല്ലാം സൃഷ്ടികളുണ്ടോ അവയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ ആയത്ത് നോക്കൂ. തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ. അള്ളാഹുവിനെ 7 ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം തസ്ബീഹ് ചെയ്യുന്നുണ്ട്. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ഒന്നുമില്ല അള്ളാഹുവിനെ തസ്ബീഹും തഹ്മീദും ചെയ്യാതെ ഒന്നുമില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവണില്ല എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളൂ. ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. അപ്പോൾ ഈ ഒരു ദിക്ർ കൊണ്ടാണ് ഈ ആഴക്കടലിലുള്ള മത്സ്യത്തിന് പോലും അതിനാവശ്യമായിട്ടുള്ള റിസ്ക് ലഭിക്കുന്നത് ഈ ദിക്ർ കൊണ്ടാണ്. ആകാശത്ത് പറക്കുന്ന പറവകൾക്കും പരുന്തിനും പക്ഷികൾക്കുമെല്ലാം റിസ്ക് ലഭിക്കുന്നത് ഈ ഒരു ദിക്ർ കൊണ്ടാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായിട്ടുള്ള ഏറ്റവും ചെറിയ ജീവികൾക്ക് പോലും റിസ്ക് ലഭിക്കുന്നത് ഈ ഒരു ദിക്ർ കൊണ്ടാണ്. നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ മരണം ആസന്നമായ സന്ദർഭത്തിൽ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആ അമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ നിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കൽപ്പിക്കുകയാണ്. ഫഇന്ന السماوات السبع والأرضين السبع لو وضعت في كفة ووضعت لا إله إلا الله في كفة റജഹത് ബിഹിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ത്രാസിലും ആകാശഭൂമികൾ മറ്റൊരു ത്രാസിലും വെച്ച് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങുന്നു പറഞ്ഞു. അതിനോടൊപ്പം കൂടി പറഞ്ഞു വസുബ്ഹാനല്ലാഹി വബിഹംദിഹി. ലാ ഇലാഹ ഇല്ലല്ലാഹോടൊപ്പം സുബ്ഹാനല്ലാഹി വബിഹംദി കൂടി ഞാൻ നിനക്ക് കൽപ്പിക്കുകയാണ്. ഫഇന്നഹാ സ്വലാത്തു കുല്ലി ഷൈഇൻ. അതെല്ലാ ജന്തുക്കളുടെയും ജീവജാലങ്ങളുടെയും അള്ളാഹുവിനുള്ള ദിക്റാണ്. വബിഹാ യുർസഖുൽ ഖൽഖ്. അതുകൊണ്ടാണ് സൃഷ്ടികൾക്ക് റിസ്ക് നൽകപ്പെടുന്നത് എന്ന് നൂഹ് നബി അലൈഹിസ്സലാം മകന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾക്കെതിരായിട്ടുള്ളത് ഇല്ല എന്ന് അംഗീകരിക്കലും, അതുപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾക്ക് പോലെ ഒന്നുമില്ല എന്ന് അംഗീകരിക്കലുമാണ്. ആ പരിശുദ്ധപ്പെടുത്തൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സഹാബികൾ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കണം. അല്ലാതെ ഒരാളുടെ ബുദ്ധിക്ക് ഇത് അള്ളാഹ്ക്ക് യോജിച്ചതല്ല, ഇത് അള്ളാഹ്ക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കലല്ല. അടുത്ത നാമം അൽ ഹമീദ്.
സുബ്ബൂഹ ഖുദ്ദൂസ് എന്നതിനോടൊപ്പം തന്നെ അത് സുബ്ഹാനല്ലാഹ് എന്ന ഭാഗത്തെ അറിയിക്കുന്നുണ്ടെങ്കിൽ വബിഹംദിഹി എന്നതിനെ അറിയിക്കുന്ന നാമമാണ് അൽ ഹമീദ് എന്നുള്ളത്. ഖുർആനിൽ 17 തവണയാണ് അൽ ഹമീദ് എന്നുള്ള നാമം വന്നിട്ടുള്ളത്. 17 സന്ദർഭങ്ങളിൽ അൽ ഹമീദ് എന്നുള്ള നാമം വന്നിട്ടുണ്ട്. ചില ആയത്തുകൾ സൂറത്ത് ഫാത്തിറിലെ 15-ാമത്തെ ആയത്ത് യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ദരിദ്രരായിട്ടുള്ള ആവശ്യക്കാരാണ്, അള്ളാഹു ആണെങ്കിലോ നിരാശ്രയനും അതുപോലെ തന്നെ സ്തുത്യർഹനുമാണ്. സൂറത്തുൽ ഹജ്ജിലെ 24-ാമത്തെ ആയത്തിൽ വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗലി വഹുദു ഇലാ സിറാത്തിൽ ഹമീദ്, ഹമീദായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വഴികാണിക്കൂ എന്നുള്ള നിലക്ക് വന്നിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ ബഖറയിലെ 267-ാമത്തെ ആയത്തിൽ വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. സൂറത്തുൽ ലുഖ്മാനിലെ 12-ാമത്തെ ആയത്തിൽ വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ 17 സന്ദർഭങ്ങളിൽ ഖുർആനിൽ ഹമീദ് എന്ന നാമം വന്നിട്ടുണ്ട്. എന്താണ് ഹമീദ് എന്ന് പറഞ്ഞാൽ? ഹമീദ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹംദും അർഹനായിട്ടുള്ളവൻ, അതാണ് ഹമീദ്. ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹംദ് എന്ന് പറഞ്ഞാൽ ഒരാളെ പുകഴ്ത്തുന്നതിൻ്റെ, ഒരാളെ വാഴ്ത്തുന്നതിൻ്റെ, ഒരാളെ മദ്ഹ ചെയ്യുന്നതിൻ്റെ, സനാഅ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപമാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. അഥവാ ഇഷ്ടത്തോടു കൂടി ഒരാളെ പുകഴ്ത്തുക. ഒരാൾ വേറൊരാളെ പുകഴ്ത്തുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ടായിരിക്കാം. ഇപ്പോൾ പണ്ട് കാലത്തും അല്ല ഇന്നും കുറച്ച് ഉന്നതമായിട്ടുള്ള സ്ഥാനത്തുള്ള ആളുകളെ താഴേക്കിടയിലുള്ള ആളുകൾ പുകഴ്ത്തും, വാഴ്ത്തും. അല്ലെങ്കിൽ രാജാക്കന്മാരുടെ അടുക്കൽ ആളുകൾ പറയും, പുകഴ്ത്തിക്കൊണ്ട് കവിതകൾ എഴുതും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ രാജാവിന് എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഒരാളോടുള്ള ഇഷ്ടം കൊണ്ട് അയാളെ മനസ്സിലാക്കി, അയാളെ അറിഞ്ഞ്, അയാളുടെ കഴിവും ശക്തിയും വിശേഷണങ്ങളൊക്കെ മനസ്സിലാക്കി അയാളെ അങ്ങേയറ്റത്തെ പുകഴ്ത്തൽ ചെയ്യുന്നതിനാണ് ഹംദ് എന്ന് പറയുക. അപ്പോൾ അത് ഏറ്റവും അർഹനായിട്ടുള്ളവൻ അള്ളാഹുവാണ്. എല്ലാവിധ ഹംദിനും പരിപൂർണമായ അർഹതയുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതാണ് ഏറ്റവും വലിയ പുകഴ്ത്തലും വാഴ്ത്തലും. അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം ഹംദ് അർഹിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെല്ലാം ഹംദ് അറിയിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ ഹംദ് അർഹിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ വിധികൾ ഹംദ് അർഹിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ നീതി ഹംദ് അർഹിക്കുന്നതാണ്. കുഫാറുകൾക്ക്, തെമ്മാടികളായി ജീവിച്ചവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ അത് ഹംദ് അറിയിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യം അത് ഹംദ് അറിയിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അത് ഹംദ് അറിയിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുമെല്ലാം ഹംദ്, സ്തുതിക്കർഹമായിട്ടുള്ളതാണ് എന്നാണ് അത് അറിയിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുകയാണ് ഈ നാമത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിൽ വഅയ്ളം ഫഇന്ന അല്ലാഹ സുബ്ഹാനഹു അഖ്ബറ അന്ന ലഹുൽ ഹംദ്, അള്ളാഹു അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് എല്ലാ സ്തുതിയുമെന്ന്. വഅന്നഹു ഹമീദുൻ മജീദുൻ, അള്ളാഹു ഹമീദുമാണ് മജീദാണ് എന്നുള്ളത്. സ്തുത്യർഹൻ, മജീദ് എന്നുള്ളത് അടുത്ത നാമം വരും. വഅന്ന ലഹുൽ ഹംദു ഫിൽ ഊല വൽ ആഖിറ വലഹുൽ ഹുക്മ്, തുടക്കത്തിലും അവസാനത്തിലും എപ്പോഴും സ്തുതിക്കർഹൻ അള്ളാഹുവാണ്. വനഹ്വ ദാലിക മിൻ അൻവാഇൽ മഹാമിദ്, അങ്ങനെ പലതരത്തിലുള്ള ഹംദ്. ഇനി ഹംദ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഹംദ് രണ്ട് രീതിയിലുണ്ട്. ഹംദ് രണ്ട് രീതിയിലുണ്ട്. ഹംദുൻ അലാ ഇഹ്സാനിഹി ഇലാ ഇബാദിഹി വഹുവ മിനശ് ശുക്ർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമക്ക് ചെയ്യുന്ന നന്മകൾ, ഇഹ്സാനുകൾ, അതിനു വേണ്ടി ചെയ്യുന്ന ഹംദ് അത് ശുക്രിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അത് ശുക്രിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. എന്താണ് ആദ്യം ശുക്രും ഹംദും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹംദും ശുക്രും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹംദ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സംസാരം കൊണ്ട് നാവിൽ നിന്നുണ്ടാകുന്നതാണ് ഹംദ് എന്നുള്ളത്. ശുക്ർ എന്ന് പറഞ്ഞാൽ അവന്റെ നാവിൽ നിന്നും ഉണ്ടാകും, അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഉണ്ടാകും. ശുക്ർ എന്നുള്ളത് പ്രവർത്തനങ്ങൾ കൊണ്ടും കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇവിടെ ഒന്നാമത്തെ ഹംദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഔദാര്യങ്ങളുടെ പേരിൽ കാണിക്കുന്ന ഹംദ്, അത് ശുക്രിന്റെ ഇനമാണ്. ഇപ്പൊ നമുക്ക് അള്ളാഹു തആല ഭക്ഷണം തന്നു, നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്താണ്? ഭക്ഷണം നൽകിയതിനുള്ള നന്ദി കാണിക്കലാണ്. അല്ലെങ്കിൽ അള്ളാഹു ഒരു മുസീബത്തിൽ നിന്ന് സംരക്ഷിച്ചു, അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നു, അത് അതിനുള്ള നന്ദി കാണിക്കലാണ് ആ അർത്ഥത്തിൽ. രണ്ടാമത്തെ ഹംദ് ഹംദുൻ ലിമാ യസ്തഹിഖുഹു ഹുവ ബിനഫ്സിഹി മിൻ നുഊതി കമാലിഹി, അള്ളാഹുവിന്റെ പരിപൂർണമായ വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് അർഹതപ്പെട്ടിട്ടുള്ള ഒരു ഹംദ്, അള്ളാഹുവിന് അർഹതപ്പെട്ടിട്ടുള്ള ഒരു ഹംദ്. ഈ ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രിന്റെ ഇനത്തിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരാളുടെ കുട്ടി മരിച്ചു, ആ കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്തു ചെയ്യും?
ഒരു മുഅ്മിൻ എന്ത് ചെയ്യും? അൽഹംദുലില്ലാ എന്ന് പറയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതിന് ശേഷം പറയും. ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരു കുട്ടിയുടെ ഒരു ആളുടെ മകൻ്റെ, ഒരു മുഅ്മിനായ വ്യക്തിയുടെ കുട്ടിയുടെ റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ മലക്കുകളോട് അള്ളാഹു ചോദിക്കും, എൻ്റെ അടിമയുടെ സമറത്ത് ഫുആദി, അവൻ്റെ പ്രിയപ്പെട്ട ആ കൺകുളിർമ നിങ്ങൾ പിടിച്ചോ? അപ്പോൾ പിടിച്ചു. വീണ്ടും ചോദിക്കും, പിന്നെ ഖബൽത്തും, അവൻ്റെ ഖുർറത്ത് ഐൻ, അല്ലെങ്കിൽ പല രൂപത്തിൽ അവൻ്റെ പ്രിയപ്പെട്ട അവൻ്റെ ആ പിന്നെ ഏറ്റവും സ്നേഹമുള്ള അവൻ്റെ മകനെ പിടിച്ചോ? അപ്പോൾ എന്നിട്ട് അള്ളാഹു ചോദിക്കും, എന്താ അവൻ പറഞ്ഞു ചോദിക്കും. മലക്കുകൾ പറയും ഹമിദക സുമ്മ ഇസ്തർജഅ, അവൻ ഹംദ് ചെയ്തു പിന്നെ ഇസ്തിർജഅ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഈ ഹംദ് ശുക്റാണോ? അല്ല. ഈ ഹംദ് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവാണ് പരിപൂർണമായ അറിവുള്ളവനും, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് നടപ്പിലാകുന്നത്, അത് നീതിപൂർവമാണ്, അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള, അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഹംദ്. അതാണ് രണ്ടാമത്തെ തരത്തിലുള്ള ഹംദ്. അത് ഒന്ന് ഹംദ് ശുക്റിന്റെ അർത്ഥത്തിൽ വരുന്നത്, രണ്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു അടിമ നടത്തുന്ന ഹംദ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് രീതിയിലും ഹംദിന് അർഹനാണ്. ഇപ്പൊ നമുക്ക് വലിയൊരു മുസീബത്ത് ബാധിച്ചു, ഒരു യഥാർത്ഥ മുഅ്മിൻ എന്താ പറയാ? അൽഹംദുലില്ലാ എന്ന് പറയും. കാരണം അതിന് പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്തും ഇൽമും അദിലും നീതിയും എല്ലാം ബോധ്യമുള്ളവനായിരിക്കും ഒരു മുഅ്മിൻ. അതുപോലെ അവന് വലിയൊരു അനുഗ്രഹം ലഭിച്ചു, അവൻ അൽഹംദുലില്ലാ എന്ന് പറയും. ഇപ്പൊ ഒരു കുട്ടി ജനിച്ചാൽ അവൻ പറയും അൽഹംദുലില്ലാ, അത് ഏതർത്ഥത്തിലാ? ശുക്റിന്റെ അർത്ഥത്തിലാണ്. കുട്ടി മരണപ്പെട്ടാൽ അൽഹംദുലില്ലാ പറയും, അത് ഏതർത്ഥത്തിലാ? അള്ളാഹുവിനെ പുകഴ്ത്തുന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഏത് സന്ദർഭത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹമീദാണ്, ഹംദിന് അർഹനാണ്. വേറെ ആരെങ്ങനെ ഉണ്ടാവുക? വേറെ ആൾക്ക് എങ്ങനെ ആകാൻ പറ്റുക? ഒരാൾക്കും സാധിക്കൂല. ഏതെങ്കിലും മനുഷ്യന് പറ്റുമോ? ഒരു മനുഷ്യൻ നമുക്ക് എന്തെങ്കിലും നൽകുമ്പോൾ നമ്മൾ അവനെ സ്തുതിക്കുന്നു, നമ്മൾ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ അവനെ സ്തുതിക്കുന്നു, അങ്ങനെ പറ്റുമോ? പറ്റൂല. ഒരാൾക്ക് പൂർണ്ണമായ മനസ്സോടുകൂടി പറ്റുമോ? പറ്റില്ല. അത് അള്ളാഹുവിനെ സംബന്ധിച്ച് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് നൽകുന്ന അനുഗ്രഹങ്ങളിൽ, അടിമകളോട് ചെയ്യുന്ന ഇഹ്സാനിൽ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം, അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് കാര്യങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നൽകുന്നുണ്ട്. അവൻ്റെ വിശാലമായ കാരുണ്യം, നമ്മുടെ ദുആക്ക് ഉത്തരം ചെയ്യുന്നത്, നമ്മുടെ ഞെരുക്കങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്നത്, നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നീക്കിത്തരുന്നത്, സ്വർഗം ഒരുക്കിയിട്ടുള്ളത്, ആ സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്നത്, ഈമാനിനോടും ഇഷ്ടമുണ്ടാക്കി തന്നത്, കുഫറിനോടും ഫുസൂഖിനോടും ഇസ്യാനോടും എല്ലാം വെറുപ്പുണ്ടാക്കി തന്നത്, നേർമാർഗം സിദ്ധിച്ചവരായി നമ്മെ ആക്കിയിട്ടുള്ളത്, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര നിഅമത്തുകൾ നൽകിയത്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹംദിന് അർഹനാണ്. ശുക്റിന്റെ നിലയിലാവട്ടെ അല്ലെങ്കിൽ ഫദ്ലിന്റെ നിലയിലാവട്ടെ, എല്ലാ വിഷയത്തിലും അള്ളാഹു നൽകുന്ന ഔദാര്യങ്ങളിൽ, ഈമാനിൽ, ഇസ്ലാമിൽ, എല്ലാത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്ക് അർഹനാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. അപ്പോൾ ഹംദ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിശേഷങ്ങളെ പരിപൂർണമായി അംഗീകരിച്ച് മനസ്സിലാക്കി അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുന്നതാണ്. അതിനർഹനാണ് അള്ളാഹു എന്ന് അറിയിക്കുന്നതാണ് അൽ ഹമീദ് എന്നുള്ള നാമം. അള്ളാഹു തആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞത് നോക്കൂ, വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൻ ലഹു ശരീകുൻ ഫിൽ മുൽക്കി വലം യകുൻ ലഹു വലിയ്യുൻ മിനദ്ദുല്ലി വകബ്ബിർഹു തക്ബീറാ. അള്ളാഹുവിനൊരു പങ്കുകാരനുമില്ല എന്നുള്ളത് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹംദിനെ സ്ഥാപിക്കുകയാണ്. അള്ളാഹുവിനൊരു സന്താനമില്ല, ഒരു പങ്കുകാരനുമില്ല, ആധിപത്യത്തിൽ എന്തെങ്കിലും സഹായിക്കാൻ ഒരാളുമില്ല, അങ്ങനെ ഒരു തരത്തിലും അള്ളാഹുവിനോടൊപ്പം ഒരാളുമില്ല. അള്ളാഹുവിനെ എല്ലാ സ്തുതിയും എന്നറിയിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള എല്ലാ മഹത്വത്തിലും, കിബിരിയയിലും അവമത്തിലും അള്ളാഹുവിനാണ് സ്തുതി എന്നറിയിക്കുന്നത് കാണാം. സൂറത്തു ജാസിയയിലെ 36-37 ആയത്തുകളിൽ ഫലില്ലാഹിൽ ഹംദു റബ്ബിസ് സമാവാതി വറബ്ബിൽ അർളി റബ്ബിൽ ആലമീൻ വലഹുൽ കിബ്രിയാഉ ഫിസ് സമാവാതി വൽ അർള് വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹുവിനാണ് എല്ലാവിധ ഹംദും, ആകാശഭൂമികളെ റബ്ബായിട്ടുള്ള, ഈ ഭൂമിയുടെ എല്ലാ ആലമിന്റെയും റബ്ബായിട്ടുള്ള, എല്ലാവിധ കിബ്രിയായിനും മഹത്വത്തിനും അർഹനായിട്ടുള്ള അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ ആരംഭിച്ചിട്ടുള്ളത് തന്നെ എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ആരംഭിച്ചുകൊണ്ടാണ്. നീ തുടക്കത്തിലും ഒടുക്കത്തിലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്ക് അർഹനാണ്. സൂറത്തുൽ ഖസസിലെ 70-ാമത്തെ ആയത്തിൽ നോക്കൂ, ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ.
തുടക്കത്തിലും ഒടുക്കത്തിലും എല്ലാത്തിലും അള്ളാഹുവിനാണ് സ്തുതി എന്നുള്ളത്. ആകാശഭൂമികളിൽ അകത്തുള്ള എല്ലാം അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് എന്നുള്ളത്. അതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനാണ് സ്തുതിക്ക് അർഹനായിട്ടുള്ളത്. ഇനി പ്രത്യേകം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആയത്തുകളും ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഹിദായത്ത് നൽകിയതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലെ 43-ാമത്തെ ആയത്തിൽ പറയുകയാണ്, സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ അവരാദ്യം പറയുന്ന ഒരു വാക്കായിട്ട് وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ വഴികാണിച്ച ഹിദായത്ത് നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സർവ്വസ്തുതിയുമെന്ന്. അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിച്ചതായിട്ട് സൂറത്തുൽ മുഅ്മിനൂനിലെ 28-ാമത്തെ ആയത്തിൽ ഫഖുലിൽ ഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളിൽ നമ്മെ സംരക്ഷിച്ച അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞത് കാണാം. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സൂറത്തു ഗാഫിറിലെ 65-ാമത്തെ ആയത്തിൽ ഫദുഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിനോട് ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യുക, എല്ലാ സ്തുതിയും അള്ളാഹുവിനാണെന്ന് പറഞ്ഞ് കാണാം. സൂറത്ത് ഇബ്രാഹിമിലെ 39-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും ലഭിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് കാണാം. അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. അള്ളാഹുവിനെ സ്തുതിക്കുക. അതുപോലെ തന്നെ കിതാബ് ഖുർആൻ ഇറക്കിയതിന്റെ പേരിൽ അള്ളാഹുവിനോടുള്ള സ്തുതിയാണ് സൂറത്തുൽ കഹ്ഫിലെ 1-ാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. ഒരു വക്രതയും ഇല്ലാതെ ഈ കിതാബ് ഇറക്കിയ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു കാണാം. അപ്പോൾ ധാരാളം ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഹംദിനെ പറയുന്നുണ്ട്. അപ്പോൾ ഹംദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് എന്തെല്ലാം വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ടോ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, അതിനെല്ലാം അംഗീകരിച്ചു കൊടുക്കലാണ് ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇഷ്ടത്തോടു കൂടിയുള്ള പുകഴ്ത്തലിനാണ് ഹംദ് എന്ന് പറയാം. ആ ഹംദിന് അർഹനായിട്ടുള്ളവനാണ് ആര്? അൽ ഹമീദ് എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാതെ ഒരാളും ആ തരത്തിൽ അർഹനാകില്ല. ശുക്രിന്റെ അർത്ഥത്തിലാവട്ടെ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന അർത്ഥത്തിലാവട്ടെ, ഏത് സമയത്തും ഹംദിന് അർഹൻ അള്ളാഹു മാത്രമാണ്. അതാണ് അൽ ഹമീദ് എന്നുള്ള നാമത്തിന്റെ ആശയം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം തസ്ബീഹ് ചെയ്യാനും തഹ്മീദ് ചെയ്യാനും നമുക്ക് തൗഫീഖ് ലഭിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയിൽ അടുത്തത് അൽ മജീദ് എന്ന നാമമാണ്. അൽ മജീദ് ഖുർആനിൽ 2 സന്ദർഭങ്ങളിലാണ് അൽ മജീദ് എന്നീ നാമം വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്ത് ഹൂദിലെ 73-ാമത്തെ ആയത്തിൽ റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദുൻ മജീദ്. രണ്ടാമത്തേത് സൂറത്തുൽ ബുറൂജിലെ 14-15 ആയത്തുകളിൽ വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദു. മജീദു എന്ന് വരുമ്പോൾ റഫ്ഉ വരുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅത്തായിട്ട് വിശേഷണമായിട്ടാണ് വരുന്നത്. ഇനി ദുൽ അർശിൽ മജീദി എന്നുള്ള ഖിറാഅത്തുമുണ്ട്. അങ്ങനെ വന്നാൽ അത് അർശിന്റെ നിഅത്തായിട്ടാണ് വരുന്നത്. ഈ 2 സന്ദർഭങ്ങളിലാണ് അൽ മജീദ് എന്നീ നാമം വന്നിട്ടുള്ളത്. ഇനി എന്താണ് അതിൻ്റെ ആശയം? മുമ്പ് പല ആശയങ്ങളും പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ അറിയിക്കുന്ന നാമമാണ് അൽ മജീദ് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ മഹത്വം നമ്മളിപ്പോൾ പല നാമങ്ങൾക്കും ഈ മഹത്വം, ഇപ്പോൾ കിബിരിയ എന്ന് പറയുമ്പോഴും അള്ളാഹു അലീമാണെന്ന് പറയുമ്പോഴും അള്ളാഹുൽ മജീദാണെന്ന് പറയുമ്പോഴും ഒക്കെ ഈ മഹത്വം എന്നുള്ള പദത്തിൽ ഇപ്പോൾ മലയാളത്തിൽ പറയാൻ പറ്റും. അതിൻ്റെ ആശയം വിശദീകരിക്കുമ്പോൾ അതിൻ്റെ മാന വരുന്നത് വാസിഉ സിഫാത്തി അദീമുഹ, വിശാലമായ വിശേഷണങ്ങളുള്ളവൻ, അതുപോലെ അതിമഹത്തായ വിശേഷണങ്ങളുള്ളവൻ. കസീറുൻ നുഊതി കരീമുഹ, ധാരാളം വിശേഷണങ്ങളുള്ളവൻ, അതും മാന്യമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള വിശേഷണമുള്ളവൻ. ഫൽ മജീദ് യർജിഉ ഇലാ അളമതി ഔസാഫിഹി വകസ്റതിഹാ വസഅതിഹ. മജീദ് എന്നുള്ള നാമം അത് മടങ്ങുന്നത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ മഹത്വത്തെ അറിയിക്കുന്നതിലേക്കും അതുപോലെ അത് വളരെ കൂടുതലാണ് എന്ന് അറിയിക്കുന്നതിലേക്കും അതിൻ്റെ വിശാലതയെ അറിയിക്കുന്നതിലേക്കുമാണ് അത് മടങ്ങുന്നത്. അതുപോലെ വഇല അളമതി മുൽക്കിഹി വസുൽത്താനിഹി, അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൻ്റെ മഹത്വം അറിയിക്കുന്നതിലേക്ക്. വഇല തഫറുദിഹി ബിൽ കമാലിൽ മുത്ലഖ് വൽ ജലാലിൽ മുത്ലഖ് വൽ ജമാലിൽ മുത്ലഖ്,
പരിപൂർണമായിട്ടുള്ള ആ പരിപൂർണതയുടെയും ആ മഹത്വത്തിന്റെ പരിപൂർണതയും ആ സൗന്ദര്യത്തിന്റെ പരിപൂർണതയും ഇതെല്ലാം മജീദ് എന്നുള്ള നാമം അറിയിക്കുന്നു. അത് അല്ലാഹുവിനും അല്ലാതെ മറ്റൊരാൾക്കും ഇല്ല തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനും അതുപോലെ തന്നെ മഹത്വമുള്ളവനുമാണ് എന്ന ആശയമാണ് മജീദ് എന്നുള്ളതിന് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തെ അല്ലാഹുവിന്റെ ദാത്തിനെ അല്ലാഹുവിനെ മജിദ് ചെയ്തുകൊണ്ട് അഥവാ ഈ മഹത്വപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഗാംഭീര്യത്തെ അറിയിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഖുർആനിൽ അങ്ങനെയുള്ള ആയത്തുകൾക്ക് പ്രത്യേകം ശ്രേഷ്ഠത കൂടുതലുമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിന്റെ മഹത്വത്തെ അറിയിക്കുന്നുണ്ട്. അതുപോലെ ആയത്തുൽ കുർസിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ അറിയിക്കുന്നുണ്ട്. ആയത്തുൽ കുർസിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ 20 മുകളിലുള്ള വിശേഷണങ്ങളെയും 5ഓളം നാമങ്ങളെയും പരാമർശിക്കുന്നുണ്ട്. ആ തരത്തിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ആയത്തുകളിൽ അള്ളാഹുവിനെ വാഴ്ത്തുന്നുണ്ട്. അതുപോലെയാണ് സൂറത്തുൽ ഫാത്തിഹയിലും അള്ളാഹുവിന്റെ അധികാരത്തിന്റെയും വിശേഷണങ്ങളെയും എല്ലാം ആധിക്യവും അതിന്റെ മഹത്വവും അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചൊരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസാണ്, സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ഖാല അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഖസംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. നിസ്കാരത്തെ, ഇവിടെ നിസ്കാരം എന്ന് ഉദ്ദേശിക്കുന്നത് അസ്സലാ എന്നുള്ള പദം ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അസ്സലാ, സൂറത്തുസ്സലാ എന്നൊരു പേരുമുണ്ട്. സൂറത്തുൽ ഫാത്തിഹയെ എന്റെയും എന്റെ അടിമകളുടെയും ഇടയിൽ ഞാൻ 2ആയി ഭാഗിച്ചിട്ടുണ്ട്. വലി അബ്ദി മാ സഅൽ, എന്റെ അടിമ എന്താണോ ചോദിക്കുന്നത് അതവനുണ്ട്. ഫഇദാ ഖാലൽ അബ്ദു, അടിമ പറയുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും റബ്ബുൽ ആലമീനായ എല്ലാവിധ ലോകത്തിന്റെയും റബ്ബായ രക്ഷാധികാരിയായ അള്ളാഹുവിനാണ് എന്ന് പറയുമ്പോൾ ഖാല അല്ലാഹു തആല പറയും, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ ഹംദ് ചെയ്തിരിക്കുന്നു, സ്തുതിച്ചിരിക്കുന്നു. വഇദാ ഖാല അർറഹ്മാനിർ റഹീം, അടിമ അള്ളാഹുവിനെ റഹ്മാനും റഹീമുമാണ് എന്ന് പറയുമ്പോൾ ഖാല അല്ലാഹു തആല പറയും, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. വഇദാ ഖാല മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായവൻ എന്ന് പറയുമ്പോൾ ഖാല അല്ലാഹു തആല പറയും, മജ്ജദനി അബ്ദി, എന്റെ അടിമ അതാ എന്നെ മജ്ജിദ് ചെയ്തിരിക്കുന്നു, അഥവാ പുകഴ്ത്തുകയും വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും എല്ലാം ചെയ്തിരിക്കുന്നു. വഇദാ ഖാല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അടിമ പറയുകയാണ് നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് പറയുമ്പോൾ ഖാല ഹാദാ ബൈനി വ ബൈന അബ്ദി, അല്ലാഹു പറയും, ഇതാണ് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ളത്, ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാർ ഇതാണ്. വലി അബ്ദി മാ സഅൽ, എന്റെ അടിമ ചോദിക്കുന്നത് അവനുണ്ട്, ഈ കരാർ പൂർത്തീകരിക്കുന്നവർക്ക്. فإذا قال اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين, അത് പറയാണ് നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ, അതുപോലെ തന്നെ നീ നിഅമത്ത് ചൊരിഞ്ഞവരുടെ മാർഗം വഴികേടിലായവരുടെയും നിന്റെ കോപത്തിനർഹരായവരുടെ മാർഗത്തിലല്ല എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, ഖാല ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, ഇതെന്റെ അടിമയ്ക്കുണ്ട്, എന്റെ അടിമ ചോദിച്ചത് അവനുണ്ട്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയിൽ മാലികി യൗമിദ്ദീൻ എന്നൊരടിമ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ തംജീദ്, അള്ളാഹ് എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹു പറയും. ഖുർആനിലെ ധാരാളം ആയത്തുകൾ ഈ ഒരു ആശയത്തിലാണ്. അതുപോലെ തന്നെ നിസ്കാരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നിസ്കാരം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അസ്സലാ എന്ന പേര് വരാനുള്ള ഒരു കാരണം ഫാത്തിഹ ഇല്ലാതെ നിസ്കാരമില്ല എന്നുകൊണ്ടാണ്. അപ്പൊ നിസ്കാരത്തിന്റെ ഓരോ സന്ദർഭത്തിലും അടിമ പറയുന്ന ദിക്റുകളാവട്ടെ, അതുപോലെ സൂറത്തുൽ ഫാത്തിഹ ആവട്ടെ, ഇതെല്ലാം അള്ളാഹുവിനെ ഈ രീതിയിൽ തംജീദ് നടത്തുന്ന, അള്ളാഹുവിനെ പുകഴ്ത്തുന്ന, അള്ളാഹുവിനെ മജീദ് എന്നുള്ള നാമത്തിന്റെ ആശയത്തെ അറിയിക്കുന്നതാണ്. ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞു, റുക്കോയിലും സുജൂദുമുള്ള ദിക്റുകൾ നമുക്കറിയാം അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നതാണ്. ഇഅ്തിദാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ദുആ, ഇഅ്തിദാലിൽ നിൽക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ദുആയിൽ കാണാം, റബ്ബനാ ലക്കൽ ഹംദ്,
അല്ലാഹുവേ ഞങ്ങളുടെ റബ്ബേ നിനക്കാണ് എല്ലാ സ്തുതിയും. മിൽ അസ്സമാവാതി വൽ അർദ് ആകാശഭൂമികൾ നിറയുന്ന അത്രയും, വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് നീ അതിനുശേഷം എല്ലാ ഉദ്ദേശിക്കുന്ന അത്രയും, അഹ്ലുസ്സനാഇ വൽ മജ്ദ് എല്ലാവിധ പുകഴ്ത്തലിന്റെയും മജ്ദിന്റെയും വാഴ്ത്തലിന്റെയും അവകാശി അല്ലാഹുവാണ്. അഹഖ് മാ ഖാലൽ അബ്ദ് അടിമ പറയുന്നത് ഏറ്റവും യോജിച്ചത് അവനാണ്. വകുല്ലുനാ ലക അബ്ദുൻ ഞങ്ങളെല്ലാം നിനക്ക് അടിമയാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉൽ ജദ് മിൻകൽ ജദ് എന്നുള്ള ദുആ ഇഅ്തിദാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുള്ള ദുആ ആണ്. അപ്പൊ ഈ ദുആയിൽ അഹ്ലസ്സനാഇ വൽ മജ്ദ് സനാഇന്റെയും എല്ലാവിധ വാഴ്ത്തലിന്റെയും പുകഴ്ത്തലിന്റെയും അവകാശി അള്ളാഹുവാണ് എന്ന് വന്നത് കാണാം. അപ്പൊ മജീദ് എന്നുള്ള നാമത്തെ അറിയിക്കുന്ന, അതുപോലെ റുക്കോയിലും സുജൂദിലും ഉള്ളത് പിന്നെ പ്രത്യേകം പറയേണ്ട. അതിനപ്പുറത്തേക്ക് അവസാനം തശഹുദിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം അവസാനത്തിൽ പറയുന്ന ഒരു വാക്കിന് എന്താണ്? ഇന്നക ഹമീദുൻ മജീദ്, ഇന്നക ഹമീദുൻ മജീദ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയെ ആ പുകഴ്ത്തുന്നതിന്റെ ഭാഗമാണത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അത്തിബിയാൻ ഫി അഖ്സാമിൽ ഖുർആൻ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, വഅഹ്സനു മാ ഖറന ഇസ്മുൽ മജീദ് ഇലൽ ഹമീദ് കമാ ഖാലത് അഹ്സനു മാ ഖറന ഇസ്മുൽ മജീദ് ഇലൽ ഹമീദ്. മജീദ് എന്നുള്ള നാമം ഹമീദ് എന്നുള്ള നാമത്തിനോട് ചേർത്തി പറഞ്ഞിട്ടുള്ളത് ഏറ്റവും നല്ല രൂപത്തിലാണ്. കമാ ഖാലത്തിൽ മലായികതു ലിബൈത്തിൽ ഖലീൽ അലൈഹിസ്സലാം, മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ഓതിയ സൂറത്ത് ഹൂദിലെ 73-ാമത്തെ ആയത്തിൽ ഇന്നഹു ഹമീദുൻ മജീദ്. ഹമീദ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാവിധ സ്തുതിക്കും അർഹൻ, മജീദ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ മഹത്വത്തിനും അർഹൻ എന്നുള്ള ഈ രണ്ടു കൂടി ചേർത്ത് പറഞ്ഞതിനെ പറയാണ്. കമാ ശറഅ ലനാ ഫി ആഖിരിസ് സ്വലാത്തി അൻ തുസ്നി അലാ റബ്ബി തആല അന്നഹു ഹമീദുൻ മജീദ്. ഏതുപോലെ നിസ്കാരത്തിൽ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് കഴിഞ്ഞാൽ ഹമീദുൻ മജീദ് എന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നത് പോലെ, വശറഅ ഫി ആഖിർ റക്അത്തി ഇൻദൽ ഇഅ്തിദാൽ അൻ നഖൂൽ റബ്ബനാ വലക്കൽ ഹംദ് അഹ്ലുസ് സനാഇ വൽ മജ്ദ്, ഇഅ്തിദാലിൽ അഹ്ലുസ് സനാഇ വൽ മജ്ദ് എന്ന് പറയുന്നത് പോലെ ഫൽ ഹംദു വൽ മജ്ദ് സ്തുതിയും ഈ മഹത്വപ്പെടുത്തലും അലൽ ഇത്ലാഖിൽ ഇല്ലാഹിൽ ഹമീദിൽ മജീദ് അത് നിരുപാധികം അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതാണ്. ഹമീദും മജീദുമായിട്ടുള്ള അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഫൽ ഹമീദ്, ഹമീദ് എന്ന് പറയുമ്പോൾ അൽ ഹബീബുൽ മുസ്തഹഖ് ലിജമീഇ സിഫാത്തിൽ കമാൽ എല്ലാവിധ പരിപൂർണമായ വിശേഷണങ്ങൾക്കും യോഗ്യനായിട്ടുള്ള ഏറ്റവും ഒരാൾ ഇഷ്ടപ്പെടുന്നവൻ എന്നാണ് ഹമീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ മജീദ്, മജീദ് എന്ന് പറയുമ്പോൾ അൽ അദീമു അൽ വാസിഉ അൽ ഖാദിറു അൽ ഗനിയു ദുൽ ജലാലി വൽ ഇക്റാം. അൽ അദീം മഹത്വമുള്ള, അൽ വാസി വിശാലതയുള്ള, അൽ ഖാദിർ എല്ലാത്തിനും കഴിവുള്ള, അൽ ഗനി ധന്യതയുള്ള, ദുൽ ജലാലി വൽ ഇക്റാം എല്ലാവിധ മഹത്വവും ആദരവും അർഹനായിട്ടുള്ളവൻ എന്നാണ് മജീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് തശഹുദ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇന്നക ഹമീദുൻ മജീദ് എന്നതുകൊണ്ട് അവസാനിപ്പിക്കുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ നാമത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മജ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യദുല്ലു അലാ കസ്റതി ഔസാഫിൽ കമാലി വകസ്റതി അഫ്ആലിൽ ബിർരി വൽ ഖൈരി വതഅദ്ദുദിൽ അതാഇ വൻ നവാൽ. അലാ കസ്റതി ഔസാഫിൽ കമാൽ പരിപൂർണതയുള്ള വിശേഷണങ്ങൾ ധാരാളമുണ്ട് എന്നതിനെയും വകസ്റതി അഫ്ആലിൽ ബിർ ധാരാളം പുണ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നതിനെയും വൽ ഖൈരി വതഅദ്ദുദിൽ അതാഇ വൻ നവാൽ നന്മകളും അതുപോലെ തന്നെ ഔദാര്യങ്ങൾ ചൊരിയുന്നവനും നേട്ടങ്ങൾ നൽകുന്നവനും എന്നതാണ് മജിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മജീദ് എന്ന് പറയുമ്പോൾ ഈ ആശയമാണ് ധാരാളം പരിപൂർണതയുള്ള വിശേഷങ്ങളുള്ളവൻ, ധാരാളം നന്മകൾ ചെയ്യുന്നവൻ, ധാരാളം കാര്യങ്ങൾ നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് മജീദ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മജീദ് എന്നുള്ള വിശേഷണം നൽകിയിട്ടുള്ള ഒരു കാര്യം വിശുദ്ധ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ പറ്റി പറയുന്നിടത്ത് ബൽ ഹുവ ഖുർആനുൻ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ് എന്ന് സൂറത്തുൽ ബുറൂജിലും അതുപോലെ സൂറത്തു ഖാഫിൽ ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്നതും വന്നിട്ടുണ്ട്. എന്താ ഖുർആനിനെ മജീദ് എന്ന് പറയാനുള്ള കാരണം?
കാരണം അത്രത്തോളം പരിപൂർണതയുള്ള ധാരാളം നന്മകളും അതുപോലെ തന്നെ ധാരാളം ഖൈറുകളും ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ കലാമായതുകൊണ്ടാണ് ഖുർആനിനെ മജീദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ സ്ഥാനത്തിന്റെ ഉന്നതിയും ഔന്നത്യവും അതിന്റെ മഹത്വവും അതുപോലെ തന്നെ അതുകൊണ്ടുള്ള നേട്ടങ്ങളുമെല്ലാം അറിയിക്കുന്നത് കൊണ്ടാണ് ഈ മജീദ് എന്നുള്ള പേരുകൊണ്ട് ഖുർആനിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി അള്ളാഹുവിനെ ഈ തംജീദ് ചെയ്യുക, അള്ളാഹുവിനെ പുകഴ്ത്തുക, വാഴ്ത്തുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പാപമോചനവും പ്രത്യേകം പ്രതിഫലവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായിട്ടുള്ള ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായികതൻ യതൂഫൂന ഫിത്തുറുഖ് യൽതമിസൂന അഹ്ല ദിക്ർ. അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്, അവർ ഭൂമിയിലെ വഴികളിലൂടെ എല്ലാം സഞ്ചരിക്കും അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടി. ഇപ്പൊ മസ്ജിദുകളിൽ ഖുർആൻ പഠിക്കുന്നവരാവട്ടെ, ഇതുപോലെ ഇൽമു പഠിക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ ഇൽമു ചർച്ച ചെയ്യുന്നവരാകട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നവരാവട്ടെ, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന സംഘമാവട്ടെ, അങ്ങനെയുള്ള ആളുകളെ നോക്കാൻ വേണ്ടി. ഫൈദാ വജദു ഖൗമൻ യദ്കുറൂന അല്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടു കഴിഞ്ഞാൽ തനാദൗ, അവർ പരസ്പരം വിളിക്കും, ഹലുമ്മു ഇലാ ഹാജതിക്കും, നിങ്ങളിതാ നോക്കി നടന്ന ആളുകൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരീം. ഖാല ഫയുഹ്ഫൂനഹും ബിഅജ്നതിഹിം ഇല സമാഇ ദുനിയ, അവർ അങ്ങനെ അവരുടെ ചിറകുകൾ അടുക്കി വെച്ച് ഒന്നാം ആകാശത്ത് എത്തുന്നത് പോലെ അവർ ചുറ്റുമായിട്ടുണ്ടാകും. ഖാല ഫയസ്അലുഹും റബ്ബുഹും, അങ്ങനെ ആകാശ ലോകത്തേക്ക് അവർ എത്തും. അങ്ങനെ എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, വഹുവ അഅലമു മിൻഹും, അല്ലാഹുവാണ് ഇവരെക്കാളൊക്കെ ഈ അടിമകളെ കുറിച്ച് അറിയുന്നവൻ. എന്നാലും ചോദിക്കും, മാ യഖൂലു ഇബാദി, എന്റെ അടിമകൾ എന്താണ് പറഞ്ഞത്, എന്താണ് പറയുന്നത്. ഖാലു തഖൂൽ, അപ്പോൾ മലക്കുകൾ പറയും, അവർ പറയുന്നത് യുസബ്ബിഹൂനക്, അവർ നിന്നെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, വയുകബ്ബിറൂനക്, നിന്നെ തക്ബീർ ചെയ്യുന്നുണ്ട്, വയഹ്മദൂനക്, നിന്നെ ഹംദ് ചെയ്യുന്നുണ്ട്, വയുമജ്ജിദൂനക്, അവർ നിന്നെ മജ്ദ് ചെയ്യുന്നുണ്ട്, അഥവാ പുകഴ്ത്തുന്നുണ്ട്, നിന്റെ ആ മഹത്വത്തെ അവർ ഓർക്കുന്നുണ്ട് പറയും. ഖാല ഫയഖൂൽ, അപ്പോൾ അല്ലാഹു തആല ചോദിക്കും മലക്കുകളോട്, ഹൽ റഔനി, അവരെന്നെ കണ്ടിട്ടുണ്ടോ. ഫയഖൂലൂൻ, മലക്കുകൾ പറയും, ലാ വല്ലാഹി മാ റഔക്, ഇല്ല, അവരെന്തായാലും നിന്നെ കണ്ടിട്ടില്ല. ഖാല ഫയഖൂൽ കൈഫ ലൗ റഔനി, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അവരെന്നെ കണ്ടാൽ എങ്ങനെയുണ്ടാകും. ഖാല യഖൂലൂൻ, അപ്പോൾ മലക്കുകൾ പറയും, ലൗ റഔക കാനൂ അശദ്ദ ലക ഇബാദതൻ വഅശദ്ദ ലക തംജീദൻ വഅക്തറ ലക തസ്ബീഹൻ, നിന്നെ കണ്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ കഠിനമായി അവർ നിന്നെ ഇബാദത്ത് ചെയ്യുകയും ഇതിനേക്കാൾ കഠിനമായ രീതിയിൽ നിന്നെ തംജീദ് ചെയ്യുകയും ഇതിനേക്കാൾ ധാരാളമായി നിന്നെ തസ്ബീഹ് നടത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഖാല യഖൂൽ, അപ്പോൾ അല്ലാഹു തആല ചോദിക്കും, ഫമാ യസ്അലൂനി, അവരെന്നോട് എന്താണ് ചോദിക്കുന്നത്, തേടുന്നത്. ഖാല യസ്അലൂനകൽ ജന്ന, മലക്കുകൾ പറയും, അവർ സ്വർഗ്ഗമാണ് നിന്നോട് ചോദിക്കുന്നത്. ഖാല യഖൂൽ വഹൽ റഔഹ, അല്ലാഹു ചോദിക്കും, അവരത് കണ്ടിട്ടുണ്ടോ. അപ്പോ മലക്കുകൾ പറയും, യഖൂലു ലാ വല്ലാഹി യാ റബ്ബി മാ റഔഹ, ഇല്ല റബ്ബേ, അവരത് കണ്ടിട്ടില്ല. ഖാല ഫയഖൂൽ, അല്ലാഹു തആല വീണ്ടും ചോദിക്കും, ഫകൈഫ ലൗ അന്നഹും റഔഹ, അവരത് കണ്ടാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിക്കും. ഖാല യഖൂലൂൻ, അപ്പോൾ മലക്കുകൾ പറയും, ലൗ അന്നഹും റഔഹ കാനൂ അശദ്ദ അലൈഹ ഹിർസൻ, അവരതിനെ കണ്ടിരുന്നെങ്കിൽ അതിലേക്ക് കൂടുതൽ താല്പര്യം കാണിക്കുകയും വഅശദ്ദ ലഹാ ത്വലബൻ, അത് തേടാൻ വേണ്ടി കൂടുതൽ പരിശ്രമിക്കുകയും വഅഅളമ ഫീഹാ റഗ്ബതൻ, അതിനോട് അതിയായ ആഗ്രഹവും കാണിക്കുമായിരുന്നു എന്ന് പറയും. ഖാല ഫമാ യതഅവ്വദൂൻ, അല്ലാഹു ചോദിക്കും, എന്തിൽ നിന്നാണ് അവർ രക്ഷ തേടുന്നത്. ഖാല യഖൂലൂൻ മിനൻ നാർ, മലക്കുകൾ പറയും, നരകത്തിൽ തൊട്ടാണ്. ഖാല യഖൂൽ വഹൽ റഔഹ, അല്ലാഹു തആല ചോദിക്കും, അവരതിനെ കണ്ടിട്ടുണ്ടോ, നരകത്തെ കണ്ടിട്ടുണ്ടോ. ഖാല ഫയഖൂലൂൻ ലാ വല്ലാഹി യാ റബ്ബി മാ റഔഹ, അവരത് കണ്ടിട്ടില്ല റബ്ബേ. ഖാല യഖൂൽ ഫകൈഫ ലൗ റഔഹ, അവർ നരകത്തെ കണ്ടിരുന്നെങ്കിലോ. ഖാല യഖൂലൂൻ ലൗ റഔഹ കാനൂ അശദ്ദ മിൻഹാ ഫിറാറൻ, നരകത്തെ അവർ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവർ അതിനെ ഭയപ്പെടുന്നതിനേക്കാൾ അധികമായി അവർ അതിൽ നിന്ന് ഓടി അകലുമായിരുന്നു. വഅശദ്ദ മിൻഹാ മഖാഫത്തൻ, വളരെയധികം ഭയപ്പെടുകയും ചെയ്യുമായിരുന്നു. ഖാല ഫയഖൂൽ, അല്ലാഹു ചോദിക്കും, ഫഉശ്ഹിദുകും അന്നി ഖദ് ഗഫർതു ലക്കും, ഞാനിതാ നിങ്ങളെ സാക്ഷികളാക്കുന്നു, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. ഖാല യഖൂൽ മലക്കും മിനൽ മലായിക, അപ്പോൾ ഒരു മലക്ക് പറയും, ഫീഹിം ഫുലാനുൻ ലൈസ മിൻഹും ഇന്നമാ ജാഅ ലിഹാജത്തിൻ, അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്,
അയാൾ ഈ ദിക്കറിന് വേണ്ടിയിട്ടോ അള്ളാഹിനെ ഓർക്കാൻ വേണ്ടിയിട്ടോ ഒന്നിനും വന്നതല്ല, വെറുതെ വേറെന്തോ ആവശ്യത്തിന് പോയപ്പോൾ അവിടെ വന്നിരുന്നതാണ് പറയും. ഖാല, അപ്പോൾ അല്ലാഹു തആല പറയും, ഹുമുൽ ജുലസാ ലാ യഷ്ഖാ ജലീസുഹും, അവരൊപ്പം ഇരുന്ന ഒരാളാണ്, ആ ഇരുന്നതിന്റെ പേരിൽ തന്നെ അവനും ഇതിൽ ഉൾക്കൊണ്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അതിൽപ്പെട്ടതാണ് അൽ മജീദ് എന്നുള്ളത്. മജീദ് എന്നുള്ള ആശയം പറഞ്ഞു, ധാരാളമുള്ളവൻ, വിശേഷണങ്ങളാവട്ടെ നന്മകളാവട്ടെ കഴിവുകളാവട്ടെ എല്ലാത്തിൻ്റെയും ആ ധാരാളമുള്ള അവസ്ഥയെ പുകഴ്ത്തുന്നതിനാണ് മജീദ് എന്ന് പറയുന്നത്. അതിനർഹനായിട്ടുള്ളവനാണ് അൽ മജീദ് എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ നാമത്തെ അറിയിക്കുന്നതാണ്. അടുത്ത നാമം അഷ്ശകൂർ, അശ്ശാകിർ എന്നീ നാമങ്ങളാണ്. അഷ്ശകൂർ, അശ്ശാകിർ. അഷ്ശകൂർ എന്നുള്ള നാമം വിശുദ്ധ ഖുർആനിൽ 4 സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്ന് സൂറത്ത് ഫാത്തിറിലെ 30-ാമത്തെ ആയത്തിൽ, ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലിഹി ഇന്നഹു ഗഫൂറുൻ ശകൂർ, അവർക്കുള്ള പ്രതിഫലം പൂർത്തീകരിച്ച് നൽകാനും ധാരാളം അള്ളാഹുവിന്റെ ഔദാര്യം ചൊരിയാനും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഗഫൂറും ഷക്കൂറുമാണ് എന്ന് പറയാം. രണ്ടാമത്തെ സന്ദർഭം സൂറത്ത് ഫാത്തിറിൽ തന്നെ 34-ാമത്തെ ആയത്തിൽ, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശക്കൂർ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ദുഃഖമെല്ലാം ഒഴിവാക്കിയ അള്ളാഹുവിന് സ്തുതി, ഞങ്ങളുടെ റബ്ബ് ഗഫൂറുൻ ഷക്കൂറുമാണ്. സൂറത്ത് ശൂറയിലെ 23-ാമത്തെ ആയത്തിൽ, വമൻ യഖ്തരിഫ് ഹസനതൻ നസിദ് ലഹു ഫീഹാ ഹുസ്ന ഇന്നല്ലാഹ ഗഫൂറുൻ ശക്കൂർ, നന്മ ചെയ്തവർക്ക് അവർക്ക് നന്മ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നുള്ളതിൽ ഗഫൂറുൻ ഷക്കൂർ എന്നുള്ള നാമം വന്നു. നാലാമത്തേത് സൂറത്തു തഗാബുനിലെ 17-ാമത്തെ ആയത്തിൽ, ഇൻ തുഖ്രിദുല്ലാഹ ഖർളൻ ഹസന യുളാഇഫ്ഹു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശക്കൂറുൻ ഹലീം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കടം നൽകുന്നവർ, ഏറ്റവും നല്ല കടം നൽകുന്നവർ അല്ലാഹു തആല ശക്കൂറുൻ ഹലീമുമാണ് എന്ന് കാണാം. ഇനി അശ്ശാകിർ എന്നുള്ള നാമം ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. 2 സന്ദർഭങ്ങളിലാണ് വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്തുൽ ബഖറയിലെ 158-ാമത്തെ ആയത്തിൽ, വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം, ആരാണോ ഖൈറായിട്ടുള്ളത് അധികരിച്ച് ചെയ്യുന്നത് അള്ളാഹു തീർച്ചയായിട്ടും ഷാക്കിറാണ്. ഷക്കൂറിന്റെ അർത്ഥം നന്ദി കാണിക്കുന്നവൻ എന്നാണ്. സൂറത്ത് നിസായിലെ 147-ാമത്തെ ആയത്തിലും കാണാം, മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശകർതും വആമൻതും, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളെ ശിക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് എന്ത് കാര്യമാണ്, എന്ത് ചെയ്യാനാണ്. വകാന അല്ലാഹു ശാകിറൻ അലീമ, അള്ളാഹു തആല ഷാക്കിറും അലീമുമാണ് എന്ന് കാണാം. അപ്പൊ ഈ 2 നാമങ്ങൾ അറിയിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിക്കുന്നവനാണ് എന്നാണ്. പക്ഷെ മനുഷ്യർ നന്ദി കാണിക്കുന്നത് പോലെ മനുഷ്യർക്ക് കിട്ടിയ ഔദാര്യത്തിന്റെ പേരിലല്ല അള്ളാഹു തആല നന്ദി കാണിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹമായിക്കൊണ്ട് അവനെ അനുസരിക്കുന്ന അടിമകൾക്ക് അവൻ പ്രതിഫലം നൽകുമെന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിനെ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന അടിമകൾക്ക് അവൻ പ്രതിഫലം നൽകും. അവർക്കുള്ള പ്രതിഫലം യോജിച്ച രീതിയിൽ പൂർത്തീകരിച്ചു കൊടുക്കും. അത് അധികരിപ്പിച്ച് ഇരട്ടിയായി കൊടുക്കും എന്നുള്ളതെല്ലാം ഷക്കൂർ, ഷാക്കിർ എന്നുള്ള നാമത്തിൽ അറിയിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് യോജിച്ച പ്രതിഫലവും അത് ഇരട്ടിയായി നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അഷ്ഷക്കൂർ, അശ്ശാക്കിർ എന്നുള്ള നാമം അറിയിക്കുന്നത് ഒരു സൽക്കർമ്മം ചെയ്യുന്നവന്റെ സൽക്കർമ്മവും പാഴായി പോവുകയില്ല, അതവന് നഷ്ടപ്പെടുകയില്ല. അത് ഇരട്ടിയായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നവനാണ് എന്നാണ് അതിനെ അറിയിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഔദ്ദത്തുസ് സാബിരീൻ വ ദഖീറത്തുശ് ശാകിരീൻ എന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ ഈ ഷക്കൂർ, അശ്ശാകിർ എന്നുള്ള നാമത്തിന്റെ ആ ആശയത്തെ വളരെ മനോഹരമായി വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. وأما شكر الرب تعالى فله شأن آخر فهو أولى بصفة الشكر من كل شكور. അള്ളാഹു നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഈ ശുക്ർ എന്നുള്ള വിശേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഷക്കൂർ എന്നതിനെ അറിയിക്കുന്നതാണ്. ബൽ ഹുവ ഷക്കൂർ അലൽ ഹഖീഖ, പക്ഷെ അള്ളാഹുവാണ് യഥാർത്ഥ രൂപത്തിൽ നന്ദി കാണിക്കുന്നവനായിട്ടുള്ളവൻ. ഫഇന്നഹു യുഅ്തിൽ അബ്ദ വയുവഫിഖുഹു ലിമാ യഷ്കുറുഹു അലൈഹി.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമക്ക് നൽകുന്നു, അതുപോലെ തന്നെ തൗഫീഖ് നൽകുന്നു നന്ദി കാണിക്കാൻ വേണ്ടി. വയഷ്കുറുൽ ഖലീൽ മിനൽ അമലി വൽ അതാഅ ഫലാ യസ്തഖില്ലുഹു അഷ്കുറഹു വയഷ്കുറുൽ ഹസനത ബിഅശ്രി അംസാലിഹാ ഇലാ അദ്ആഫിൻ മുളാഅഫ. ചെറിയ കർമ്മങ്ങൾക്ക് പോലും അള്ളാഹു നന്ദിയായിട്ട് പ്രതിഫലം നൽകുന്നു. ഇനി നന്മകൾക്ക് ഇരട്ടി ഇരട്ടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദി എന്നോണം ആകാശലോകത്ത് ആ അടിമയെ പറ്റി പരാമർശിക്കുന്നു, ആ അടിമയെ പറ്റി മലക്കുകളുടെ മുമ്പിൽ പറയുന്നു. അതുപോലെ തന്നെ അവന് എന്തെങ്കിലും വഹുവല്ലദീ വഫഖഹു ലിത്തർക്കി വൽ ബദൽ, അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒഴിവാക്കാനുള്ള തൗഫീഖ് നൽകുന്നു. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന് നന്ദി എന്നോണം അതിന് പകരമായിട്ടുള്ള പ്രതിഫലം നൽകുന്നു. വലമ്മാ തറക സഹാബ, എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, സഹാബികൾ ദിയാറഹും വഖറജു മിൻഹാ ഫീ മർളാതിഹി, അവർ അവരുടെ വീട് വിട്ട് ഹിജറ പോയപ്പോൾ, അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് പോയപ്പോൾ, അആവഹും അൻഹാ അൻ മല്ലകഹുമുദ് ദുനിയ വഫതഹ അലൈഹിം, അവർക്ക് എന്തു കൊടുത്തു പകരം? ദുനിയാവിന്റെ വിഭവങ്ങൾ അള്ളാഹു തുറന്നു കൊടുത്തു. ദുനിയാവിലെ അധികാരപ്പെടുത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ ഹിജ്റ പോയി ഒന്നുമില്ലാതെ പോയ സ്വഹാബികളാണ് പിൽക്കാലത്ത് റോമും പേർഷ്യയും അടങ്ങുന്ന വലിയ സാമ്രാജ്യങ്ങളെ ഭരിക്കുന്ന ഗവർണർമാരായിട്ട് അതിന്റെ നേതൃത്വത്തിൽ എത്തിയിട്ടുള്ളത് അവർ കൊടുത്തു. വലമ്മ ഇഹ്തമല യൂസുഫ് അസ്-സിദ്ദീഖ് അലൈഹിസ്സലാം ബീഖ അസ്-സജ്ൻ ശകറ ലഹു ദാലിക ബിഅൻ മക്കന ലഹു ഫിൽ അർദി യതബവ്വഉ മിൻഹാ ഹൈതു യശാ. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിന്റെ ആ ഇടുക്കത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി അതിനെ തെരഞ്ഞെടുത്തപ്പോൾ അതിന് പകരമായിട്ട് നന്ദി എന്നോണം ആ രാജ്യത്തിലെ വലിയ അധികാരം കൊടുത്തു. വലമ്മ ബദല ശുഹദാഉ അബ്ദാനഹും ലഹു ഹത്താ مزقتها أعداؤه شكر لهم ذلك بأن عاضهم منها طيرا خضرا أقر أرواحهم فيها تجد الأنهار الجنة وتأكل من ثمارها إلى يوم البعث. ശുഹദാക്കൾ, ഷഹീദായി മരണപ്പെടുന്ന ആളുകൾ, അവർ അള്ളാഹുവിന് വേണ്ടി അവരുടെ ശരീരത്തെ നൽകിയതുകൊണ്ട് അവരുടെ റൂഹുകൾ പച്ച നിറമുള്ള പക്ഷികളിലായിക്കൊണ്ട് സ്വർഗത്തിലെ വിഭവങ്ങൾ ഭക്ഷിച്ച് അതിലെ അരിവുകളിലൂടെ അവർ പറന്നു നടക്കുന്നു. അന്ത്യനാൾ വരെ അവർക്ക് വിഭവങ്ങൾ ലഭിക്കുന്ന അവസ്ഥയിൽ തന്നെ. അങ്ങനെ എല്ലാ രീതിയിലും നന്മകൾ ചെയ്യുന്നവർക്ക് പകരം പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയാൻ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചില ഉപമകൾ പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിക്കുന്നതിൽപ്പെട്ട കാര്യമാണ് അന്നഹു യുജാസി അദുവഹു ബിമാ യഫ്അലുഹു മിനൽ ഖൈർ വൽ മഅറൂഫ് ഫി ദുനിയ. അള്ളാഹുവിന്റെ ശത്രുവാണെങ്കിൽ പോലും, ഒരു മുശ്രിക്കോ കാഫിറോ ആണെങ്കിൽ പോലും, ദുനിയാവിൽ അവൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം അവൻ എന്ത് കൊടുക്കുന്നു? ദുനിയാവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അവനുള്ള പ്രതിഫലം ദുനിയാവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ദുനിയാവിൽ ഒരാൾ ഒരു കാഫിറാണ്, പക്ഷെ അവൻ നന്മ ചെയ്യുന്നുണ്ട്, അവൻ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യാണ്. പക്ഷെ അവൻ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായാലും പരലോകത്ത് പ്രതിഫലം പ്രതീക്ഷിക്കുന്നില്ല, അള്ളാഹുവിന്റെ രക്ഷ പ്രതീക്ഷിക്കുന്നില്ല. അവൻ എന്താണോ അതുകൊണ്ട് ആഗ്രഹിക്കുന്നത്? ചിലപ്പോൾ ആളുകളുടെ ഇടയിൽ പ്രശസ്തിയായിരിക്കാം, അല്ലെങ്കിൽ രോഗങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സമ്പത്തായിരിക്കാം. അത് അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. അത് അള്ളാഹു ശക്കൂർ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നതിൽ പെട്ടതാണ് വമിൻ ശുക്രിഹി അന്നഹു ഗഫറ ലിൽ മർഅത്തിൽ ബഗി ബിസഖിഹാ കൽബൻ. ഒരു നായ ദാഹിച്ച് വലഞ്ഞ് ആ അവസ്ഥയിലായതിന്റെ പേരിൽ, ഒരു വ്യഭിചാരിണിയായ പെണ്ണ് അതിന് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പെണ്ണിന് തൗബ സ്വീകരിക്കുകയും അതിന് പുറത്തു കൊടുക്കുകയും എല്ലാം ചെയ്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. വഗഫറ ലിആഖിരി ബിതൻജീതിഹി ഗുസ്നി ശൗഖി അൻ തരീഖിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ വഴിയിൽ തടസ്സമായിട്ടുള്ള കൊമ്പ് ഒഴിവാക്കിയതിന് പേരിൽ ഒരു വ്യക്തിക്ക് സ്വർഗം, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവന് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവനാണ്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന് നന്ദി കാണിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന അടിമകളെ അള്ളാഹു ശിക്ഷിക്കില്ല എന്നുള്ളത്. സൂറത്ത് നിസായിലെ 147 ആയത്ത് ശരിക്കൊന്ന് ആലോചിച്ചു നോക്കി. അള്ളാഹു പറയാണ്, മാ യഫ്അലുല്ലാഹു ബിഅദാബിക്കും. അള്ളാഹുവിന് നിങ്ങളെ ശിക്ഷിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് ശിക്ഷ തന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഇൻ ശകർത്തും വ ആമൻതും. നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരാണ്, അതുപോലെ അള്ളാഹു വിശ്വസിക്കുന്നവരാണ് എങ്കിൽ വകാന അല്ലാഹു ഷാക്കിറൻ അലീമ. അള്ളാഹു തആല ഷാക്കിർ, നന്ദി കാണിക്കുന്നവരാണ്, അലീമാണ്. അപ്പൊ അള്ളാഹുവിന് അങ്ങോട്ട് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് അനുസരിച്ച് ജീവിക്കുന്നവരാണോ? തീർച്ച. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ കർമ്മങ്ങളും
പാഴാക്കാതെ അതിനുള്ള പ്രതിഫലം തിരിച്ചു നൽകുന്നവനാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ശുക്റിന്റെ ഭാഗമാണ്. മറ്റൊന്നാണ് അന്നഹു യുഖ്രിജുൽ അബ്ദ മിനന്നാർ ബിഅദ്നാ മിസ്ഖാലി ദർറത്തിൻ മിൻ ഖൈറിൻ ലാ യുദീഉ അലൈഹി ഹാദൽ ഖദർ. ഒരു അണുമണി തൂക്കം ഈമാൻ അവന്റെ ഖൽബിൽ ഉണ്ടെങ്കിൽ അള്ളാഹു തആല ഒരു അടിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഒരു അണുമണി തൂക്കം ഒരു ഈമാൻ ഒരു അടിമയുടെ ഖൽബിൽ ഉണ്ടെങ്കിൽ അവനെ വരെ അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അത് അള്ളാഹുവിന്റെ ശുക്രിൽപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശുക്രിൽപ്പെട്ട കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഈ ദുനിയാവിൽ ഒരു സ്ഥാനത്ത് എത്തിക്കൊണ്ട് അവൻ നിന്നു കഴിഞ്ഞാൽ അവനെ പറ്റി മറ്റുള്ള ആളുകൾക്കിടയിൽ പരാമർശിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിൽ പരാമർശിപ്പിക്കപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള രണ്ടാളുകളാണ്. ഒന്ന് ഫിർഔനിന്റെ കൂട്ടാളികളിൽപ്പെട്ട ഒരു മുഅ്മിനായിട്ടുള്ള വ്യക്തി, മുഅ്മിനു ആൽ ഫിർഔൻ എന്ന് പറയുന്നത് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. രണ്ട്, സൂറത്തു യാസീനിൽ പരാമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി, മുഅ്മിനായ വ്യക്തി. ആ വ്യക്തികൾ ഈമാനിൽ നിലകൊണ്ട് സംസാരിച്ച സംസാരം അല്ലാഹു തആല ഖുർആനിലൂടെ അറിയിച്ച എന്തുകൊണ്ടാണ്? അവരാ നിലപാടെടുത്തുകൊണ്ടാണ്. അതുപോലെ അസ്ഹാബുൽ കഹ്ഫിലെ ആളുകളുടെ അവരുടെ ചരിത്രം, ഇതെല്ലാം അള്ളാഹു അറിയിച്ചത് അവർ ചെയ്ത ആ പ്രവർത്തനത്തിന് നന്ദിയായിക്കൊണ്ടുള്ള ഭാഗമാണ്. അങ്ങനെ ഈ തരത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷക്കൂർ ഷാക്കിർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തതിന് ഒരിക്കലും ഒരു കുറവ് വരാതെ ഇരട്ടിയായിക്കൊണ്ടല്ലാതെ തിരിച്ച് പ്രതിഫലം നൽകുന്നവനാണ്, അഥവാ ആ രീതിയിൽ പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ ഷക്കൂർ എന്നുള്ള നാമം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഷക്കൂർ ആയതുകൊണ്ട് തന്നെ അടിമകൾ നന്ദി കാണിക്കുന്ന ശുക്ർ എന്നുള്ള വിശേഷണം ആർക്കാണോ ഉള്ളത്, ആരാണോ നന്ദി കാണിക്കുന്നവനായിട്ടുള്ളത്. ഇപ്പൊ സൃഷ്ടികളോട് അടിമകളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല എന്നാണ്. മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കാത്തവൻ അള്ളാഹുവിനോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല. കാരണം അവൻ ദുനിയാവിൽ നന്ദി കാണിക്കേണ്ട ആളുകളാണ് മാതാപിതാക്കൾ. അതില്ലാതെ അവൻ അള്ളാഹുവിനോടുള്ള കടമ പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അപ്പൊ അള്ളാഹു ഷക്കൂർ ആയതുകൊണ്ടും ഷാക്കിർ ആയതുകൊണ്ടും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് അടിമകളിൽ ശുക്ർ എന്നുള്ള വിശേഷണം ഉണ്ടാവുക എന്നുള്ളത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതിനെതിരായിട്ടുള്ള വിശേഷണങ്ങൾ ഒരാൾക്കുണ്ടാകുന്നത് അള്ളാഹു വെറുക്കുന്നതുമാണ്. ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹു തആല കുഫറിനെ വെറുക്കുന്നു, കാഫിരീങ്ങളെ വെറുക്കുന്നു, വാലിമീങ്ങളെ അക്രമികളെ വെറുക്കുന്നു, ജാഹിലികളെ വെറുക്കുന്നു, വൽ ഖാസി അൽ ഖൽബ് ഖൽബിന് കടുപ്പം ബാധിച്ചവരെ വെറുക്കുന്നു, വൽ ബഖീൽ പിശുക്കനെ വെറുക്കുന്നു, വൽ ജുബ്ബാൻ ഭീരുവിനെ വെറുക്കുന്നു, അതുപോലെ തന്നെ ആക്ഷേപം നടത്തുന്നവനെ വെറുക്കുന്നു. അങ്ങനെ മോശപ്പെട്ട സ്വഭാവങ്ങൾ വെറുക്കുന്നു. അതേസമയം ഇതൊന്നും അള്ളാഹുവിനുമില്ല, ഈ പറഞ്ഞ വിശേഷങ്ങളൊന്നും അള്ളാഹുവിനുമില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ചില വിശേഷങ്ങളുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ജമീലാണ്, അള്ളാഹു തആല ജമാലിനെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു തആല അലീമാണ്, അറിവുള്ളവനാണ്, അള്ളാഹു ഉലമാക്കളെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു റഹീമാണ്, കാരുണ്യം ചൊരിയുന്നവനാണ്, പരസ്പരം കാരുണ്യം കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു മുഹ്സിനാണ്, നന്മ ചെയ്യുന്നവനാണ്, നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു തആല ഷക്കൂറാണ്, നന്ദി കാണിക്കുന്നവനാണ്, പരസ്പരം നന്ദി കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു സബൂറാണ്, ക്ഷമിക്കുന്നവനാണ്, ക്ഷമിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ജവാദാണ്, ഔദാര്യം കാണിക്കുന്നവനാണ്, നൽകുന്നവനാണ്, അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു തആല സിത്തീറാണ്, പാപങ്ങൾ മറച്ചുവെക്കുന്നവനാണ്, ന്യൂനതകൾ മറച്ചുവെക്കുന്നവനാണ്, മറ്റുള്ളവരെ ന്യൂനതകൾ മറച്ചുവെക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഈ തരത്തിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അടിമകളിൽ അവർക്ക് യോജിച്ച രീതിയിൽ കാണുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ഷക്കൂർ അഷാക്കിർ എന്നുള്ള നാമം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിമ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൃത്യമായി അല്ലെങ്കിൽ ഇരട്ടിയായി കൊണ്ട് പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മുഅ്മിനീങ്ങൾക്ക് ഇരുലോകത്തും ഇവിടെ എന്താണോ ചെയ്യുന്നത് അതിന് കിട്ടും. അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയാൽ അതിന് പകരം ഏറ്റവും മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വദഹുല്ലാഹു ഖൈറൻ മിൻഹു. അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒഴിവാക്കിയാൽ തീർച്ച അള്ളാഹു ഷാക്കിറാണ്, ഷക്കൂറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം ഏറ്റവും നല്ലത് പകരമായി നൽകുക തന്നെ ചെയ്യും എന്നുള്ളൊരു സംശയവുമില്ല. നമ്മൾ മുമ്പ് ഒരു ഇബാറത്തിൽ വായിച്ചിട്ടുണ്ട്, നമ്മളൊരു ഇബാദത്ത് ചെയ്തിട്ട് അതിലൊരു അല്പം പോലും ഒരു ലദ്ദത്തും റാഹത്തും കിട്ടുന്നില്ല എങ്കിൽ ആ ഇബാദത്തിൽ എന്തോ പ്രശ്നം തരുന്നതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ എന്താ, അള്ളാഹു തആല ഷക്കൂറാണ്, ഷാക്കിറാണ്. തീർച്ച ചെയ്ത ഏത് കർമ്മത്തിനും അതിന്റെ ഒരു തിരിച്ചു നൽകുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യുന്നവനാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു നോക്കൂ, കാഫിറാണെങ്കിൽ പോലും ദുനിയാവിലൊരു കാര്യം ചെയ്താൽ, നന്മ ചെയ്താൽ അവന് ദുനിയാവിലേക്ക് കൊടുക്കും. അള്ളാഹു തആല ഒരിക്കലും പിടിച്ചു വെക്കില്ല, ദുനിയാവിൽ അവന് കൊടുക്കും. അവൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് അള്ളാഹു തആല നൽകുക തന്നെ ചെയ്യും. ഇനി ഈ ഷാക്കിർ ഷക്കൂർ എന്നുള്ള നാമം മനസ്സിലാക്കുമ്പോൾ
രണ്ട് നാമങ്ങളെ ചേർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഈ ഷക്കൂർ എന്നുള്ള നാമത്തെ പറഞ്ഞപ്പോൾ കാണാം, ഇപ്പോ സൂറത്ത് ഫാത്തിറിലെ ആയത്തുകളാവട്ടെ ഗഫൂറുൻ ഷക്കൂർ എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ ഗഫൂറും ഷക്കൂറും എന്നുള്ള നാമങ്ങൾ തമ്മിലുള്ള ബന്ധം? പണ്ഡിതന്മാർ പറഞ്ഞു, ഗഫൂർ ഷക്കൂർ എന്നിവ ചേർത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപം, ഗഫൂർ എന്നുള്ള നാമം പാപം പൊറുക്കുന്നവനാണ്. പാപം എത്ര തന്നെ വലുതാണെങ്കിലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനാണ് എന്നറിയിക്കാനാണ് ഗഫൂർ എന്നുള്ള നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷക്കൂർ എന്നുള്ള നാമം സൽക്കർമ്മം എത്ര ചെറുതാണെങ്കിലും നിസ്സാരമാണെങ്കിലും അതിനർഹമായ പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നറിയിക്കാനാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് നാമങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളത്. പാപം എത്ര വലുതായാലും അത് പൊറുക്കുന്നവനാണ് ഗഫൂർ, സൽക്കർമ്മം എത്ര ചെറുതാണെങ്കിലും അതിന് പ്രതിഫലം നൽകുന്നവനാണ് ഷക്കൂർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പാപത്തിന്റെ അധികരിച്ചു എന്നുള്ളത് ഒരിക്കലും നിരാശയ്ക്ക് കാരണമാകരുത്. കർമ്മങ്ങൾ ചെറിയൊരു കർമ്മമാണെങ്കിലും അത് നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. കാരണം അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകുന്നവനാണ്. അപ്പൊ അള്ളാഹു ഷക്കൂറാണ്, ഷാക്കിറാണ് എന്ന് പറയുമ്പോൾ കർമ്മങ്ങൾക്ക് ഏറ്റവും അർഹമായിട്ടുള്ള അത് പ്രതിഫലം ഇരട്ടിയായി നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഒരിക്കലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവൻ ചെയ്തൊരു സൽക്കർമ്മം ചെയ്തു വിചാരിക്കുക, ആർക്കും അത് മനസ്സിലായില്ല, ആരും അത് അംഗീകരിച്ചില്ല, എല്ലാവരും അതിന്റെ പേരിൽ അവനെ കുറ്റപ്പെടുത്തി, എല്ലാം പാലിച്ചുകൊണ്ടുള്ള സൽക്കർമ്മമാണ്. പക്ഷേ എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അതിനുള്ള പ്രതിഫലം തീർച്ചയായും നൽകുന്നവനാണ്. അള്ളാഹു ഷക്കൂറും ഷാക്കിറുമാണ് എന്ന് മനസ്സിലാക്കാം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.